കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഇൻഷാ അല്ലാഹ് ഈ 19-ാം തീയതി അടുത്ത ചൊവ്വാഴ്ച എടക്കര കേരള മണ്ഡലത്തിന്റെ മുഖാമുഖം നടക്കുകയാണ്. കേരള നദവത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി എം അബ്ദുറഹ്മാൻ സലഫി, ഹനീഫ് കായക്കൊടി, അഹമ്മദ് അനസ് മൗലവി, നാസർ സുല്ലമി, നസറുദ്ദീൻ റഹ്മാനി, അബ്ദുഷുക്കൂർ സലാഹി ആലപ്പുഴ തുടങ്ങിയവർ സംസാരിക്കും. മുഖാമുഖമാണ്. പരിപാടി 4:30 തന്നെ ആരംഭിക്കും. അതുകൊണ്ട് എല്ലാ ആളുകളും 4:30 തന്നെ അസർ ജമാഅത്തിന് എടക്കര പള്ളിയിൽ എത്തിച്ചേരുകയും പരിപാടി വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് എടക്കര കേരള മണ്ഡലത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. മറ്റൊരു കാര്യം, നമുക്കറിയാം, ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ ആളുകൾക്ക് ഭീമമായ ഒരു സംഖ്യ അവർക്ക് ചെലവ് വന്നിട്ടുണ്ടെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. മഴയുടെ കാരണത്താൽ പന്തൽ കെട്ടുകൊണ്ട് അവർ പ്രതീക്ഷിച്ചതേറെ ചെലവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തകർ നമ്മെ സമീപിക്കുമ്പോൾ കഴിവിൻ്റെ പരമാവധി സഹായം ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ISMന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഹമ്മദ് അനസ് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ നേതാക്കളെ, ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരു സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചിരിക്കാനും മഹത്തായ ഈ സദസ്സിനെ സംബന്ധിച്ച് അവിടെ ഓർക്കാനും സ്മരിക്കാനും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരുമാറാകട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുജനങ്ങൾ, സ്നേഹിതന്മാർ, കൂട്ടുകുടുംബാദികർ, സഹപ്രവർത്തകർ, സഹപാഠികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി അധ്വാനിച്ച, രാപകലില്ലാതെ കഷ്ടപ്പെട്ട ഇതിന്റെ പിന്നണി പ്രവർത്തകർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുജാഹിദ് പ്രസ്ഥാനം ഉദ്ഘോഷിക്കുന്ന ആദർശം, അതിന്റെ ശത്രുക്കൾക്കും ഗുണം നൽകുന്നതാണ്. നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിച്ചവർക്ക് മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചു നൽകിയതും ഹിദായത്ത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ഉപമിച്ചുകൊണ്ട് ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിൽ ഒരു പരാമർശം നടത്തുന്നുണ്ട്. നാം എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും. മഹത്തായ അല്ലാഹുവിന്റെ കലിമത്തിനെ അല്ലാഹ് ഉദാഹരിച്ചത് കശജറത്തിൻ ത്വയ്യിബ എന്നാണ്. പരിശുദ്ധമായ ഒരു വൃക്ഷം പോലെയാണത്. അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. ആ വൃക്ഷത്തിന്റെ താഴ്വേരുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങിയിട്ടുണ്ട്. അതിന്റെ ചില്ലകൾ ആകാശം മുട്ടെ വിശാല വിസ്തൃതമായിട്ടുണ്ട്. തുഅ്തി ഉകുലുഹാ കുല്ലു ഹൈനിൻ ബിഇദ്നി റബ്ബിഹാ. ആ മരത്തിന്റെ പ്രത്യേകത, ആ പടുകൂറ്റൻ വൃക്ഷത്തിന്റെ പ്രത്യേകത, സർവ്വസമയത്തും അത് ജനങ്ങൾക്ക് ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വരുന്നവർക്ക് ആ വൃക്ഷം തണൽ നൽകുന്നു. വിശക്കുന്നവന് ആ വൃക്ഷം കനി നൽകുന്നു. കല്ലെറിയുന്നവർക്കും ആ വൃക്ഷം തിരിച്ചു കല്ലെറി കൊടുക്കുകയല്ല, നേരെ മറിച്ച് പഴം കൊടുക്കുകയാണ്. ഇതുപോലെയാണ് തൗഹീദി പ്രസ്ഥാനം. ഈ ആദർശ കൂട്ടായ്മയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾ ആരെല്ലാം ഉണ്ടോ അവരോടും ഈ പ്രസ്ഥാനം ഹിദായത്തിന്റെ വഴിയാണ് പറയുന്നത്. അവർക്കും സ്വർഗം കിട്ടുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് ഈ പ്രസ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരിക്കലും സ്ഥായിയായ എതിരാളികളുണ്ട് എന്നാരും കരുതേണ്ടതില്ല. നമുക്ക് സ്ഥായിയായ എതിരാളികളില്ല. ഒരാളോടും നമുക്ക് പകയില്ല, ഒരാളോടും വിദ്വേഷമില്ല. നമ്മെ തെറി പറയുന്ന, കൂക്കി വിളിക്കുന്ന, ആക്ഷേപിക്കുന്ന, അതുപോലെ തന്നെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന ഒരാളോടും മുജാഹിദ് പ്രസ്ഥാനത്തിന് പകയില്ല, വിദ്വേഷമില്ല, ദേഷ്യമില്ല. സഹതാപമുണ്ട്. കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്, വിഷമം തോന്നാറുണ്ട്. ഇങ്ങനെ ആകേണ്ടവരല്ലല്ലോ, ഇതുപോലെ അധപ്പതിക്കേണ്ടവരല്ലല്ലോ, ഇങ്ങനെ ആയിത്തീരേണ്ടവരല്ലല്ലോ, ഇവരും നമ്മോടൊപ്പം നിൽക്കേണ്ടവരാണല്ലോ എന്ന് കൊതിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. ചിലപ്പോൾ വിഷമിക്കാറുമുണ്ട്. ചിലരെ കാണുമ്പോൾ, വേണ്ടപ്പെട്ട ചില ആളുകൾ അവർ വഴിമാറി നടക്കുന്നത് കാണുമ്പോ, അവർ തിരിഞ്ഞു പോകുന്നത് കാണുമ്പോ മനസ്സിൽ വേദന തോന്നാറുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തിന്റെ പേരിലാണ്? ആർക്കു വേണ്ടിയാണ്? എന്ത് കാര്യത്തിന്റെ പേരിലാണ്? മനുഷ്യർക്ക് ഉപകാരമുള്ള ഏതെങ്കിലും ഒരു വിഷയമാണെങ്കിൽ, അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ടതിന്റെ കാതലായ ഒരു വിഷയവും ആ വിഷയത്തെ സംബന്ധിച്ച തർക്കം കൊണ്ടായിരുന്നെങ്കിൽ, അല്ല പരലോകത്ത് അവർക്ക് സ്വർഗത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാരണം കൊണ്ടായിരുന്നു അവർ മാറി നടക്കുന്നതെങ്കിൽ നമുക്ക് സങ്കടമില്ലായിരുന്നു. പക്ഷേ അവർ തന്നെ നരകത്തിലേക്ക് നീങ്ങിപ്പോവുകയും സത്യമാർഗത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ഒരു വിഷയത്തിൽ സത്യം അവരോട് പറഞ്ഞു എന്നതിന്റെ പേരിൽ, യാഥാർത്ഥ്യം അവരെ കേൾപ്പിച്ചു എന്നതിന്റെ പേരിൽ, അതിനുവേണ്ടി എല്ലാ നിലക്കും ഇറങ്ങിത്തിരിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവർ നമ്മെ കാണുമ്പോൾ തിരിഞ്ഞു കാണുന്നത് വിഷമമുണ്ടാക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരായത്ത്, ഒരിക്കൽ ബ്രാഹ്മണനായിരുന്ന ഒരു സഹോദരൻ, ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം, ശാന്തി ആകാൻ പഠിച്ച ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വിശുദ്ധ ദീനിനെ കണ്ടെത്തി, വിശുദ്ധ ഇസ്ലാമിനെ കണ്ടെത്തി. അദ്ദേഹം ആരോരും അറിയാതെ തന്റെ വീട് വിട്ടിറങ്ങി. എന്നിട്ട് മുസ്ലിമായി അദ്ദേഹം. ആ മനുഷ്യൻ ജീവിതത്തിന്റെ ഒരു ഓരത്ത് വെച്ച് പരിചയപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു,
മൗലവി, എന്റെ മനസ്സിൽ മുസ്ലിമായതിനു ശേഷം വല്ലാത്ത സങ്കടമുണ്ടായി എനിക്ക്. ഞാനൊരു പള്ളിയിൽ വന്ന് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോ മധുരമനോഹരമായി വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ ഇങ്ങനെ ഓതുന്നത് കേൾക്കുമ്പോ എന്റെ ഹൃദയം പിടക്കാറുണ്ടായിരുന്നു. കാരണം അള്ളാഹുവിന്റെ കെലിമത്ത് കേൾക്കാനല്ലാതെ അത് പാരായണം ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഒരമ്പലത്തിലോ ഒരു ക്ഷേത്രത്തിലോ ക്ഷേത്രനടയിലോ ഉരുവിടേണ്ട ശാന്തി മന്ത്രങ്ങൾ കൃത്യമായി ഉച്ചരിക്കാൻ അറിയുന്ന എനിക്ക് അള്ളാഹുവിന്റെ കലാമ് കൃത്യമായി ഉച്ചരിക്കാൻ കഴിയാതെ പോകുമോ എന്ന ഭയം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കലാം പഠിക്കലായിരുന്നു എന്റെ മനസ്സിലെ വലിയ ആഗ്രഹം. ഞാൻ ഒരുപാട് അധ്വാനിച്ചു, അറബി അക്ഷരങ്ങൾ പഠിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ കലാം ഓതാൻ ഞാൻ പഠിച്ചു. ആ ചെറുപ്പക്കാരൻ വളരെ വശ്യമായി സുന്ദരമായി മഖ്റജ് അടുപ്പിച്ചുകൊണ്ട് അത് ശ്രവണമധുരമായ നിലയിൽ അദ്ദേഹം അള്ളാഹുവിന്റെ കലാം ഓതുമായിരുന്നു, ഖുർആൻ ഓതുമായിരുന്നു. ആ മനുഷ്യൻ ഒരു പള്ളിയിലെ ഇമാമായിട്ടുണ്ട്. ആ സുഹൃത്ത് ഒരിക്കൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ ഒരു ആയത്തെടുത്തു. ആ ആയത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് എന്നോട് ചോദിച്ചു. ചൂണ്ടിക്കാണിച്ചു. ഞാൻ നോക്കുമ്പോ ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. പലവരും ഓതിപ്പോയ വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥമോ? ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു കൊടുത്തു, ഫലഅല്ലക ബാഖിഉൻ നഫ്സക, ഓ നബിയെ, അങ്ങേ തന്നെ നശിപ്പിച്ചേക്കാമല്ലോ, അങ്ങേ തന്നെ ഇല്ലാതാക്കി കളഞ്ഞേക്കാമല്ലോ. ഏതൊരു കാര്യത്തിന്റെ മേൽ, ഏതൊരു വിഷയത്തിന്റെ മേൽ അല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ, അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ, അവർ ഈമാനിലേക്ക് കടന്നു വരാത്തതിന്റെ പേരിൽ നിരാശ പൂണ്ട് അങ്ങു തന്നെ ഇല്ലാതായേക്കാമല്ലോ നബിയേ എന്നാണ് അതിന്റെ മഅന. എന്നാ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ ആ സുഹൃത്ത് എന്നോട് തിരിച്ചു ചോദിച്ചു, അതിന്റെ ആശയം മൗലവിക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, അതെന്താ മനസ്സിലാക്കാൻ? കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ലല്ലോ. മറ്റുള്ള ആളുകൾ വിശ്വസിക്കാത്തത് കണ്ടപ്പോ നബിക്ക് വിഷമം തോന്നി, അതുമൂലം നബി ഇല്ലാതായേക്കാം എന്നാണ് പറഞ്ഞത്. പോര മൗലവി, അതല്ല അതിന്റെ മഅന. മഅന ഒരു പക്ഷേ അതായിരിക്കാം, യഥാർത്ഥ ഉദ്ദേശം അതല്ല. യഥാർത്ഥ ഉദ്ദേശം അതല്ല. അദ്ദേഹം എന്നിട്ട് അത് വിശദീകരിച്ചു. ഞാൻ പല തഫ്സീറുകളും പിന്നെ നോക്കുമ്പോൾ ആ ആശയം പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞറിയുമോ? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വഹയി കിട്ടുന്ന ആളാണ്. ആ പ്രവാചകൻ സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വെറുതെ പറഞ്ഞതല്ല, നേരെ മറിച്ച് കണ്ണുകൊണ്ട് ആ സ്വർഗം റസൂല് കണ്ടു. ആ റസൂല് നരകമുണ്ടെന്ന് പറഞ്ഞപ്പോൾ റസൂല് വെറുതെ പറഞ്ഞതല്ല, ആ നരകം ഹബീബ് കണ്ണുകൊണ്ട് തന്നെ കണ്ടു. ആ സ്വർഗനരകങ്ങളെയും അതുപോലെ തന്നെ വഹയിനെയും മലക്കുകളെയും അതുപോലെ തന്നെ വാനലോകത്തെ അവസ്ഥകളെയും റസൂൽ കടന്നു വന്നുകൊണ്ട് തന്റെ ജനതയോട്, തന്റെ ഇപ്പയോന്റെ മാപ്പയോട്, തന്റെ ഇളാമയോട്, അതുപോലെ തന്നെ തന്റെ കൂട്ടുകുടുംബാദികളോട്, തന്റെ ബന്ധുജനങ്ങളോട് പറയുമ്പോൾ അവർ വിശ്വസിക്കുന്നില്ല, അവർ അംഗീകരിക്കുന്നില്ല. നബി കെട്ട ശതം ഇതാണെന്നായിരുന്നു തന്നെ അവര് വിശ്വസിക്കാത്തത് കാണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും നശിപ്പിച്ചുകൊണ്ട് അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയുകയാണ്, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. ഓ നബിയേ, അവർ ഈ സത്യസന്ദേശത്തിൽ വിശ്വസിക്കാത്തത് കണ്ടിട്ട് അതേ അങ്ങേറ്റം നിരാശ പൂണ്ട് അങ്ങ് തന്നെ സ്വയം ഇല്ലാതാവുകയാണല്ലോ ഹബീബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് ചോദിക്കുന്നതാണ്. ഇതൊരു വിശ്വാസിക്കുണ്ടാകുന്ന അവസ്ഥയാണ്. ഞാൻ നിൽക്കുന്ന സരണി അത് ഹക്കിന്റെ പാതയാണ്, 100% ഉറപ്പാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതിന്റെ പേരിൽ എന്റെ കയ്യിൽ തെളിവുകളുണ്ട് എങ്കിൽ, പ്രമാണമുണ്ടെങ്കിൽ, അത് സ്വീകരിക്കാതെ ഒരു മനുഷ്യൻ വഴിമാറി നടക്കുന്നത് കാണുമ്പോ, അതെനിക്ക് വേണ്ടപ്പെട്ടവനായി തീരുമ്പോ സ്വാഭാവികമായും മനസ്സിന് വല്ലാത്ത വേദനയുണ്ടാകും, പ്രയാസമുണ്ടാകും. അതുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാകും.
അവർക്ക് വേണ്ടി സഹിക്കാൻ തയ്യാറാകും. അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഈ പന്തലൊക്കെ ഇട്ടൊരു പരിപാടി സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതിന്റെ പിന്നിൽ ആളുകൾ. ഇതൊരാളോടും വാശി തീർക്കാനല്ല, ദേഷ്യം തീർക്കാനല്ല, ഇതുകൊണ്ട് ഒരാളോടും ദേഷ്യം തീരുമില്ല, വാശിട്ട് തീരുമില്ല. ഇത്രയും കഷ്ടപ്പെട്ടൊരു പരിപാടിയൊക്കെ നടത്തണം എന്താന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, നിങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. അത് ഏത് വാദിയാണെങ്കിലും അവരോടൊക്കെ പറയാനുള്ളത്, ആരോടും ഞങ്ങൾക്ക് ദേഷ്യമില്ല, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. കാര്യമായിട്ടൊക്കെ പറയണമെന്നൊക്കെ ചില ആളുകൾ സംഘാടകർ മൗലവി ശരിക്കും അടിച്ച് കസറിക്കോ എന്നൊക്കെ പറയും ചില ആളുകൾ. പേടിയാ സുഹൃത്തുക്കളെ, സത്യം പറയാം. പണ്ടൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ശരിക്കും പറിച്ചു കീറണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വരിക. പക്ഷെ ഇപ്പം വരുമ്പോൾ അങ്ങനെ തോന്നാറില്ല, പറിച്ചു കീറാൻ തോന്നാറില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറിച്ചു കീറാൻ നാളെ അവൻ ഇവിടെ ഉണ്ടാവും സ്റ്റേജില്. ഓനോ തന്നെ നോക്കിയിരിക്കട്ടെ, അയാളെ തന്നെ നോക്കട്ടെ. നമ്മളിപ്പോ പറിച്ചു കീറാൻ നിന്നാൽ കീറിട്ട് പോകുമ്പോ പിറ്റേ ദിവസം മൂപ്പര് സുബ്ഹാനല്ലാഹ് നമുക്ക് അബദ്ധത്തിൽ പെട്ടതാ മൗലവി എന്ന് പറഞ്ഞ് മൂപ്പര് വരുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കട, ഈ സാധുര്യല്ല അന്ന് പറഞ്ഞത് എന്ന് ചിന്തിച്ചു പോകും. അതുകൊണ്ട് ഒരാളോട് സുഹൃത്തുക്കളെ ദേഷ്യമില്ല, പറയുന്നതൊന്നും ആരോടും ദേഷ്യമുള്ളതുകൊണ്ടല്ല, സങ്കടം കൊണ്ട് ചിലപ്പോ പറയും. ചിലപ്പോ മറ്റുള്ള ആളുകൾ ഈ കെണിയിൽ പെട്ടുപോകരുത് എന്നൊക്കെ ചില കാര്യം കണിശമായി പറയും. അല്ലാതെ ഒരാളോടും ദേഷ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊന്നും ആരും വിചാരിക്കേണ്ടി പോകും. നേരത്തെ നാസർ സുലൈമി പ്രസംഗിച്ചല്ലോ, സമയമെടുത്തിട്ട് കുറെ സമയമെടുത്ത് വിശദീകരിച്ചല്ലോ അദ്ദേഹം, കേട്ടല്ലോ. എന്താന്ന് ചോദിച്ചാൽ ഇത് ഒരിക്കലും ഇത് കണ്ടിട്ട് ഒരാളും കെണിയിൽ വീടണ്ട. ഞങ്ങൾക്ക് വേണമെങ്കിൽ വെല്ലുവിളിക്ക് ഒറ്റ വെല്ലുവിളി എന്നറിയോ? ആ പോസ്റ്റർ ഉണ്ടല്ലോ, നേരത്തെ വായിച്ച ആ നാസർ സുലൈമി എടുത്ത് വായിച്ച പോസ്റ്റർ, ആ പോസ്റ്റർ കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു തരാം ഹംസ മദീനി ശിർക്കിലാണ്. ധൈര്യം ഉണ്ടോ? ഹംസ മദീനി ശിർക്കിലാണെന്ന് ആ പോസ്റ്റർ കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു തരാം. അതുപോലെ തന്നെ യാ ഇബാദുല്ലാഹ് ഫൈം എന്ന രൂപത്തിൽ അറിയപ്പെട്ട എപ്പിസോഡ് 1, എപ്പിസോഡ് 2, എപ്പിസോഡ് 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിങ്ങൾ അയച്ചുവിട്ട ക്ലിപ്പുകളിലൂടെ ഈ കേരള സമൂഹം പരിചയപ്പെട്ട യാസിർ ബിൻ ഹംസ ശിർക്കിലാണ് എന്ന് ആ പോസ്റ്ററോട് ഞങ്ങൾ തെളിയിച്ചു തരാം. ധൈര്യമുള്ള ആളുകളുണ്ടെങ്കിൽ റെഡിയായി വന്നോ, ഞങ്ങൾക്ക് അതിനൊരു പ്രയാസമില്ല. ഇത്രേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് വലിയ ബേജാറോ അത് കാണുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ വിറവലോ വിഷമമോ ഒന്നും ഉണ്ടാകാറില്ല. ആ ജാതി പോസ്റ്റർ കൊണ്ടൊന്നും പറക്കുന്ന പ്രസ്ഥാനമല്ല. ഞാൻ മുമ്പ് ഓർക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമിക്ക് മറുപടി പറയാൻ പോയിരുന്നു പണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് മറുപടി പറയാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ഈറ്റില്ലമായ കുറ്റ്യാടിയിൽ ഒരിക്കലും ഞാൻ ചെല്ലുമ്പോ അവിടെ മുഖാമുഖത്തിന്റെ ആ വേദിക്ക് മുന്നിൽ നിറയെ ഫ്ലക്സ്, നിറയെ ഫ്ലക്സ്. ഇതൊന്നുമല്ല സാഹിത്യത്തിലുള്ള ഫ്ലക്സ്, ഇതൊന്നും സാഹിത്യത്തിലല്ല, വളരെ സാഹിത്യത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഫ്ലക്സ് നിറയെ. എന്താ കെ എം മൗലവി അന്ന് എഴുതി, അൽ ഇർഷാദിൽ എഴുതി, അൽ മുർഷിദിൽ എഴുതി എന്നൊക്കെ പറഞ്ഞ നിറയെ ഫ്ലക്സ്. പിന്നെയോ നബിദിനം, ആ നബിദിനത്തെ കുറിച്ച് മുഖാമുഖത്തിന് പോയാലോ കെ എം മൗലവി പണ്ട് എഴുതി, ഇർഷാദിൽ എഴുതി, ഇങ്ങനെ കുറെ ഫ്ലക്സ്. ആ ഫ്ലക്സുകളൊക്കെ കണ്ട് കണ്ണ് തഴമ്പിച്ച് അതിന് മറുപടിയും പറഞ്ഞ് വിശദീകരണം കൊടുത്ത് അതൊക്കെ കേട്ട് സത്യം മനസ്സിലാക്കി കൂടിയവരായി മുജാഹിദീങ്ങൾ. അല്ലാതെ മുജാഹിദീങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊട്ടിമുളച്ചുണ്ടായതൊന്നുമല്ല. ജാതി ഒരുപാട് കണ്ട് തഴമ്പിച്ച ആളുകളാ മുജാഹിദിൽ. ഇതൊന്നും കണ്ടില്ലെങ്കിൽ ആ മുജാഹിദർക്ക് ഒരു ഹരം പോരാത്തത്. ഒരു നാട്ടിൽ ചെന്നിട്ട് ഒന്നും കാണുന്നില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ, ഒരു ഉഷാറില്ലല്ലോ ഈ നാട്ടിൽ എന്ന് നമ്മൾ സാധാരണ തോന്നാറ്. മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള വളരെ സജീവമായ രംഗത്ത് നിലനിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എതിരാളികളോട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളോട് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ എന്നും ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ അധ്വാനിക്കുന്നത്, ഞങ്ങളുടെ ഈ പ്രവർത്തനം, ഞങ്ങളുടെ ഈ പ്രസംഗം ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളുടെ നന്മക്ക് വേണ്ടിയാണ്. പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളുടെ നന്മ, ഞങ്ങളുടെ എതിരാളികളുടെ നന്മ, ഞങ്ങളുടെ ശത്രുവിന്റെ നന്മ, ആ നന്മയാണ് മുജാഹിദ് പ്രസ്ഥാനം കൊതിച്ചത്. ഞങ്ങളൊരു വേള പിടഞ്ഞു വീണിട്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പിടഞ്ഞു വീണിട്ട് അള്ളാഹു ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു അവസരം തരുമെങ്കിൽ ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന വേളയിലും ഞങ്ങൾ പറയും എന്റെ റബ്ബിനോട്, ഞങ്ങളുടെ റബ്ബിനോട്, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹുവേ, ഈ തൗഹീദിന്റെ പേരിൽ ഞങ്ങൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെ ഞങ്ങളെ എതിർത്ത ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരറിഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങളെ കരിവാരി തേക്കാൻ ഇറങ്ങിയ ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾക്കെതിരെ അതേ ഒരുപാട് ആരോപണങ്ങളെ അഴിച്ചുവിട്ട ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നിട്ടെങ്കിലും അവർ ഈ ഹിദായത്തിന്റെ വഴിയിലേക്ക് വരുമായിരുന്നല്ലോ
അതാ ഞങ്ങളുടെ കൊതി. ഈ മാർഗത്തിൽ ഷഹീദാകേണ്ടി വന്നാൽ ഷഹീദായിട്ട് അതിന്റെ പേരിൽ പടച്ചവൻ അവന്റെ അനുഗ്രഹ സമ്പൂർണമായ സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് അവസരം തരുമെങ്കിൽ അപ്പോൾ പോലും ഒരു സമൂഹത്തിന്റെ മാറ്റം കൊതിക്കുന്നവരാണ് മുജാഹിദ് പ്രവർത്തകർ. അതുകൊണ്ടാണ് ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി അല്ലാഹു യർഹം, ആ മഹാനായ പണ്ഡിതൻ വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് എത്താൻ ഒരു അവസരം കിട്ടിയപ്പോ അദ്ദേഹത്തിന്റെ ദുആ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, നാഥാ, ഞാൻ വസിക്കുന്ന എന്റെ മണ്ണിൽ അവിടെ ജീവിക്കുന്ന 10,000-ങ്ങൾക്ക് ഈ തൗഹീദിന്റെ സന്ദേശം കേൾപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത ഒരു മഹാനായ പണ്ഡിതന്റെ പിൻഗാമികളാണ് ഞങ്ങൾ. ആ പണ്ഡിതന്റെ കൊതിയാണ് എന്ത്? കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തൗഹീദ് എത്തിക്കാൻ, തൗഹീദ് കേൾപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത ഒരു പണ്ഡിതൻ. ആ പണ്ഡിതന്റെ പിൻഗാമികളായി നിലനിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് പറയാൻ കിട്ടുന്ന ഒരു അവസരവും ഞങ്ങൾ ഒഴിവാക്കാറില്ല. അതെല്ലാവരോടും ഞങ്ങൾ പറയും, എല്ലാവരോടും. അത് ഏതുവാദിയാണെങ്കിലും, ജിന്നവാദിയാണെങ്കിലും, ഖബർവാദിയാണെങ്കിലും, ഇനി അതല്ല മലക്കുവാദിയാണെങ്കിലും, ഏത് വാദിയാണെങ്കിലും അവരോട് തൗഹീദ് പറയുക എന്നുള്ളത് ഞങ്ങൾക്ക് ഹരമാണ്, ഞങ്ങൾക്ക് ഹരമാണ്. പ്രത്യേകിച്ച് എതിർപ്പുകൾ, അതുപോലെ തന്നെ ഞങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ, വിദ്വേഷങ്ങൾ ഒക്കെയുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് തൗഹീദ് പറയുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത ആവേശമാണ്. ഓരോ മുജാഹിദ് പ്രവർത്തകനും വല്ലാത്ത ആവേശമാണ്. കാരണം അത് അമ്പിയാക്കൾ നടന്ന വഴിയാണ്. പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പറയാൻ ഏൽപ്പിച്ചത് ആരോടാ? ഒരു പ്രശ്നമില്ലാത്തടത്ത് പോയി തൗഹീദ് പറയാനാ ആണോ? നിങ്ങളുടെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അടുത്ത ആളുകൾ മാത്രം കൂട്ടിയിട്ട് തൗഹീദ് പറഞ്ഞാൽ മതി എന്നാ ആണോ? മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, എന്താ പറഞ്ഞത്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, നീ പോകണം എങ്ങോട്ട്? ഫറോവയുടെ രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നീ തൗഹീദ് പറയണം. അവൻ അതിന് വിട്ടവനായിട്ടുണ്ട്. അതുകൊണ്ട് നീ ആ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് തൗഹീദ് പറയൂ എന്ന് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുമ്പോ മൂസാ നബി മടിച്ചിട്ടില്ല, മൂസാ അലൈഹിസ്സലാം പതറിയിട്ടില്ല. ആ ദൗത്യമേറ്റെടുത്തപ്പോൾ മൂസാ അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പറഞ്ഞത്, റബ്ബിശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന് വിശാലത തരണേ. റബ്ബിശ്റഹ് ലീ സദ്രീ, അല്ലാഹുവേ എന്റെ ഹൃദയത്തിന് നീ വിശാലത തരണേ. യസ്ർ ലീ അംരീ, എന്റെ കാര്യം നീ എളുപ്പമാക്കി തരണേ. എന്റെ കാര്യം എളുപ്പമാക്കി തരാമെന്ന് വെച്ചാൽ എന്റെ മാള് കെട്ടിക്കാണ്ട് അത് എളുപ്പമാക്കി തരണമെന്നല്ല, എനിക്കൊരു വീട് വെക്കാനുണ്ട് അത് എളുപ്പമാക്കി തരണമെന്നല്ല. ഞാൻ തൗഹീദ് പറയാനാണ് പോകുന്നത്. അല്ലാഹുവേ, ആ മാർഗത്തിൽ എന്റെ പ്രയത്നം നീ എളുപ്പമാക്കി തരണം. അല്ലാഹുവേ, എനിക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നവനല്ല ഞാൻ, നിനക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നവനാണെന്നതുകൊണ്ട് എന്റെ നാവിന്റെ ഉടക്കുകളെ നീ നീക്കിത്തരണേ അല്ലാഹ്. ഉണ്ടോ? എന്തിന്? യഫ്ഖഹു ഖൗലി, ഞാൻ പറയുന്നത് അവ്യക്തമായി പോകാൻ പാടില്ല, പറയുന്നത് വ്യക്തമായി അവന് മനസ്സിലാകണം, അവന് ഗ്രഹിക്കാൻ കഴിയണം. അതിനുവേണ്ടി എന്റെ നാവിന്റെ കെട്ടുകളെ നീ അഴിച്ചു തരണം. മാത്രല്ല, എനിക്കൊരു ബലം കൂടെ ഉണ്ടായാൽ കുഴപ്പമില്ല. ചില ആളുകൾ ചോദിക്കും, എന്തിനാ സംഘടന ഒറ്റക്കൊറ്റക്ക് പറഞ്ഞാൽ പോരെ? പോരാ, ഒറ്റക്കൊറ്റക്ക് നടന്നാ പോരെ? മഹാനായ മൂസ അലൈഹിസ്സലാം അല്ലാഹുവോട് പറയാണ്, ഒറ്റയ്ക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പോ പറയാണ്, പോരെ പടച്ചോനെ, വജഅല്ലി വസീറൻ മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽ നിന്നൊരു ഒരാളെ കൂടി എന്റെ അസിസ്റ്റന്റായി കിട്ടിയാൽ സൗകര്യമാണ്. വേദാറുള്ളത് കൊണ്ടൊന്നല്ല, ഒരാൾ കൂടെ ഉണ്ടായാൽ ഒരു ബലാണ്. അതിനാ സംഘടന. ഒന്നിന്റെ കൂടെ ഒന്നുണ്ടെങ്കിൽ ഒരു പവറാണിത്. അതുകൊണ്ട് എന്റെ സഹോദരന്റെ കുടുംബത്തിൽപ്പെട്ട ഹാറൂനെ എനിക്കൊരു സഹായിയാക്കി അയച്ചു തരുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന മുഴുവൻ സ്വീകരിച്ചു. പോയിക്കോ. സഹോദരൻ കൂട്ടിയിട്ടാണ് ഫറോവയുടെ രാജകൊട്ടാരത്തിലേക്ക് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം കടന്നു ചെന്നത്. ചെന്നിട്ട് പറഞ്ഞെന്താ? ഞങ്ങൾ റബ്ബിനെ കുറിച്ച് പറയാൻ വന്നതാ, ജിന്നിനെ കുറിച്ചല്ല, ജിന്നിനെ കുറിച്ചല്ല, മലക്കിനെ കുറിച്ചല്ല, ഇനി അതല്ല, ഇവിടെ ആരാധിക്കുന്ന പരകോടി ദൈവങ്ങളെ കുറിച്ചല്ല. നേരെ മറിച്ച് ഞങ്ങൾ പറയാൻ വന്നത് റബ്ബിനെ കുറിച്ച് പറയാൻ വന്നതാണ്, റബ്ബിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വന്നതാണ്. ഫറോവയുടെ ചോദ്യം എന്തായിരുന്നു? ഫമൻ റബ്ബുകുമാ യാ മൂസ, ഫമൻ റബ്ബുകുമാ യാ മൂസ, ആരാണ് മൂസ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ്? ഫറോവയുടെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി, ഏറ്റവും സുന്ദരമായ മറുപടി, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ,
ഞങ്ങളുടെ റബ്ബെന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെതായ സൃഷ്ടിപ്പ് നൽകുകയും മാത്രമല്ല അതിന്റെ ജീവിത മാർഗമെന്ത് എന്ന് വ്യക്തമാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തവൻ ആരോ അവനാണ് ഞങ്ങളുടെ റബ്ബ്. ഉണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ച്, റബ്ബിനെ സംബന്ധിച്ച് പറയുന്നത് എത്ര സുന്ദര സുഹൃത്തുക്കളെ കേൾക്കാൻ. ജിന്നിനെ പറ്റി കേട്ടിട്ട് വല്ല സുഖം ഉണ്ടായവർക്ക് അല്ല, ഞാൻ പലപ്പോഴും ചോദിക്കട്ടെ, ജിന്നിനെ പറ്റി ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ വിചാരിക്കും സുന്നികളൊക്കെ എന്ത് ധരിക്കും പഠിച്ചു നമ്മളെ കുറിച്ച്. കാര്യം വെച്ചാൽ ഒരു നാട്ടിൽ പോയി തൗഹീദ് പറഞ്ഞു, പിന്നെ ഞാൻ പഠിച്ച നാളെ പഴമള്ളൂർ, നിങ്ങൾക്ക് ഇപ്പോഴും പോയി നോക്കിയറിയാം, ഒരു കുടുസായ ഒരു സ്ഥലമാണത്. വളരെ കുടുസായ ഒരു സ്ഥലമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് യൂണിറ്റ് അവിടെ ഇല്ല എന്നാണ് എന്റെ അറിവ്. ഇപ്പോഴും ഈ പഴമള്ളൂർ കൂട്ടിലങ്ങാടി ഉള്ളിലേക്ക് കുറവ് കഴിഞ്ഞ് കയറി ചെല്ലുന്ന പഴമള്ളൂർ, ആ പള്ളി തെറസിൽ ഞാൻ ഓതി പഠിച്ചിട്ടുണ്ട് കുറെ കാലം. അതുകൊണ്ട് നമുക്കൊരു ബാധ്യതയുള്ളത് കൊണ്ട് ഞാൻ അവിടെ പോയി ഒരു പ്രസംഗം നടത്തി. അവിടെ യൂണിറ്റ് ഒന്നുമില്ല, വേറെ ഏതോ ഒരു യൂണിറ്റിന്റെ പേര് ഒരു പരിപാടി വെച്ചതാ. അങ്ങനെ പ്രസംഗം തൗഹീദ് മാത്രമാണ്, വേറൊന്നും പറഞ്ഞില്ല. അല്ലാഹുവിനോടുള്ള ഇസ്തിഗാസ, പടച്ചറബിനോട് മാത്രമുള്ള പ്രാർത്ഥന. ആ പ്രസംഗം അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞുകൂടെ പരിപാടി നടക്കാൻ സാധ്യതയില്ല എന്നാണ്. പരിപാടി നടക്കാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ ആ പ്രസംഗം അവസാനിപ്പിച്ചപ്പോ ഞാൻ എന്റെ പഴയ ചില സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞു, നാട്ടുകാരുടെ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, ഒരാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്റെ ശബ്ദം കേൾക്കണോ എന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ 1-2 സുഹൃത്തുക്കളുടെ പേര് ഞാൻ സ്റ്റേജിൽ പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞ പാടെ ഓടി വന്ന് നിറഞ്ഞ് കണ്ണൊക്കെ നിറച്ചിട്ട്, ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പഴയ സുഹൃത്തുക്കളാണ്, പണ്ട് കണ്ട ചെറുപ്പത്തിൽ പഠിച്ച് 10-13 വയസ്സ് പ്രായമുള്ളപ്പോ ഒന്നുകൂടെ ഉണ്ടായിരുന്നു ചെറിയ ചെറുപ്പക്കാരെ. അവരിന്ന് വളർന്നിട്ടുണ്ട്. ആ ആളുകൾ ഓടി വന്നു കരഞ്ഞിട്ട്. അവർ പറഞ്ഞു, ഞാൻ SSFന്റെ പ്രവർത്തകരാണ്, ഞാൻ SKSF കാരനാ. ഓ ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഹിദായത്തിലേക്ക് വരണം, ഈ ദൗത്യം ഇവിടെ എത്തിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഞങ്ങൾ അവരുമായി സംസാരിച്ചു. ഞാനിത് സൂചിപ്പിച്ചെന്നിട്ട് ചോദിച്ചാൽ, തൗഹീദ് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഏതൊരു മനുഷ്യന്റെയും കണ്ണു നിറയും, അവന്റെ മനസ്സ് ഇളകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും ഹൃദയം ഇളകും. അങ്ങനെ ഹൃദയം ഇളകി അത് സംസ്കരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അത് ജിന്നിനെ കുറിച്ച് കേട്ടിട്ടല്ലേ? ജിന്ന് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ വളരെ വിശദമായ ഒരു അധ്യായം തന്നെ ഇറക്കി പഠിപ്പിച്ച വിഷയമാണ്. ജിന്നെന്ന് കേൾക്കുമ്പോൾ ഒരു ബേജാറില്ല കേട്ടോ. ജിന്നെന്ന് കേൾക്കുമ്പോൾ ബേജാറില്ല. ജിന്നെന്ന് കേൾക്കുമ്പോൾ ബേജാർ ആർക്കാന്ന് ചോദിച്ചാൽ ജിന്നുവാദികൾക്ക് തന്നെയാണ്. അവരുടെ നേതാവാണ് ഒരിക്കൽ പരസ്യമായി പ്രസംഗിച്ചത്. ജിന്ന് വിവാദം ഇങ്ങനെ കൊഴുത്ത് അതിങ്ങനെ ശക്തമായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം ഇപ്പൊ നിലവിലുള്ള ഒരു നേതാവ്, ഞാൻ പേര് പറയണില്ല, അവിടെ പേര് പറഞ്ഞിട്ട് വശലാക്കണില്ല, ഉപരി പറപ്പൂര് ഭാഗത്തുള്ള ആളാ, അതിന്റെ ഒരു നേതാവാണ്. അദ്ദേഹം പ്രസംഗിച്ചത്, ഞാൻ ഹുത്തുബക്ക് ആയത്തെടുക്കുമ്പോ, ഖുർആനിൽ ആയത്തെടുത്ത് നോക്കുമ്പോ ആയത്തിങ്ങനെ ഓതി വന്നപ്പോ അതിലൊരു ശൈത്താൻ എന്ന വാക്ക് കണ്ടു. അപ്പൊ തന്നെ ഞാൻ ആയത്തൊക്കെ മാറ്റി. അയാൾ പരസ്യമായി പ്രസംഗിക്കണെന്ത്? ഹുത്തുബക്ക് വിഷയം നോക്കുമ്പോ ഒരായത്ത്, ആ ആയത്ത് ഇങ്ങനെ നോക്കുന്ന ഘട്ടത്തിൽ അതിൽ ശൈത്താൻ എന്നൊരു വാക്ക് കണ്ടപ്പോ ഞാൻ ആയത്ത് തന്നെ ഒഴിവാക്കിയിരുന്നു. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാട്ടെ. അപ്പൊ ഖുർആൻ ഓതാൻ തുടങ്ങാൻ തന്നെ പറ്റൂല. കാര്യം തുടങ്ങി തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ടാ അതിലൊരു ശൈത്താനുണ്ട്. ഖുർആൻ ഓതണമെങ്കിൽ തന്നെ അല്ലാഹ് പറഞ്ഞ എന്താണ്? ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവിനോട് നീ അഭയം തേടിക്കോ. എന്തിൽ നിന്നാണ് അഭയം?
എന്റെ റബ്ബ് എന്നല്ല, എന്റെ സഹോദരൻ ഹാറൂന്റെ റബ്ബ് എന്നല്ല, നേരെ മറിച്ച് നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാണെന്ന ചോദ്യത്തിന് മൂസാ നബി അലൈഹിസ്സലാം നൽകുന്ന മറുപടി റബ്ബുനല്ലദീ, ഓ ഫറോവ, നിന്റെ റബ്ബും ഈ രാജകൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകളുടെയും റബ്ബും, അതുപോലെ സംസാരിക്കാൻ വന്ന എന്റെ കൂടെയുള്ള ഹാറൂന്റെയും റബ്ബ് അത് വേറെ ആരുമല്ല. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അവക്കാവശ്യമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തവനാരോ അവനാണ്. ഒരു ഉറുമ്പിനെ അവൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉറുമ്പിന്റെ ജീവിതമാർഗം അവന് കാണിച്ചു കൊടുത്തു റബ്ബ് സുബ്ഹാനഹു വ തആല. ഒരു തേനീച്ച റബ്ബ് പടച്ചിട്ടുണ്ട് എങ്കിൽ ആ തേനീച്ചയുടെ ജീവിതമാർഗം ആ തേനീച്ചക്ക് കാണിച്ചു കൊടുത്തു റബ്ബ് സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ അത് മരച്ചില്ലകളിൽ കൂടുകൂട്ടുന്നൊരു കുരുവി, ആ കുരുവിയെ പടച്ച റബ്ബ് പടച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ജീവിതമാർഗം കാണിച്ചു കൊടുത്തവനാരോ അവനാണ് റബ്ബ്. നിങ്ങൾ ആലോചിച്ചോക്ക്, എത്ര വിശാലമായ മറുപടിയാണ് മൂസാ നബിയുടെ. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സർവ്വ ജീവജാലങ്ങളെയും ചൂണ്ടിയിട്ട് ഇതിനെ മുഴുവനും സൃഷ്ടിക്കുക മാത്രമല്ല, അതിന്റെ ജീവിതമാർഗം ആരാണോ കാണിച്ചു കൊടുത്തത്, അതിനെ നിർണയിച്ചു കൊടുത്തത് അവനാണ് നമ്മുടെ റബ്ബ് എന്ന മറുപടി അങ്ങ് വരുമ്പോൾ ഫറോവയുടെ മറുചോദ്യം വരികയാണ്. എന്തായിരുന്നു ആ മറുചോദ്യം? ഹക്കിനെ മനസ്സിലാക്കുകയായിരുന്നോ? സത്യത്തെ ഉൾക്കൊള്ളുകയായിരുന്നോ? അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ളതായിരുന്നോ? നേരെ മറിച്ച് ഈ രൂപത്തിലൊന്നും ചിന്തിക്കാതെ ഫറോവ അവിടെ ചിന്തിച്ചത് എന്താണ്? ഈ വിശദീകരണത്തെ എങ്ങനെ മറികടക്കാമെന്നതായിരുന്നില്ലേ? ഈ തൗഹീദിന്റെ ആശയത്തെ എങ്ങനെ മറികടക്കാമെന്നതായിരുന്നില്ലേ? റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്ന് മഹാനായ മൂസാ അലൈഹിസ്സലാം റബ്ബിനെ പരിചയപ്പെടുത്തി അങ്ങ് പറഞ്ഞപ്പോ ഫറോവ ഉടൻ തന്നെ ചോദിച്ച ചോദ്യം, എങ്കിൽ ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, നീ പറയുന്നത് പോലാണെങ്കിൽ നമ്മുടെ വല്യാപ്പാന്റെ അവസ്ഥ എന്താണ്? ഫറോവയുടെ ചോദ്യം, വല്യാപ്പയുടെ അവസ്ഥ എന്താണ്? കാരണവന്മാരുടെ അവസ്ഥ എന്താണ്? നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുക. തൗഹീദ് ഉൾക്കൊള്ള, പറഞ്ഞതിൽ നിന്ന് ഉൾക്കൊള്ളാന്നല്ല. ഫറോവ ചോദിക്കാൻ, നീ പറയുന്നത് പോലാണ് കാര്യമെങ്കിൽ ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, നമ്മുടെ വല്യാപ്പയുടെയും കാരണവന്മാരുടെയും ഒക്കെ അവസ്ഥ എന്താണ് എന്നാണ് ചോദിച്ചത്. ആര് ചോദിച്ചത്? ഫറോവ ചോദിച്ചത്. ലോകത്തെ ഏതൊരു ആള് തൗഹീദ് പറയാൻ വന്നാലും ഇത് ചോദിക്കും. ഈ ചോദ്യം ഉണ്ടാവും. മഹാനായ ഇബ്രാഹിം നബി വന്നപ്പോഴും ചോദിച്ചു, നീ പറയുന്ന കാര്യമെങ്കിൽ നമ്മുടെ വല്യാപ്പയുടെ അവസ്ഥ എന്താണ്? ഇബ്രാഹിം നബിയുടെ മറുപടി കട്ടിയാണ്. ഇബ്രാഹിം നബി പറഞ്ഞു, എന്ത്? നിങ്ങളെപ്പോലെയാണ് നിങ്ങളുടെ വല്യാപ്പ എങ്കിൽ അന്തും മുബീൻ, നീയും പഴച്ചനാണ്, നിന്റെ വല്യാപ്പയും പഴച്ചവരാണ്. ഇതാണ് ഇബ്രാഹിം നബിയുടെ മറുപടി. പക്ഷേ മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ നിന്നിട്ട് തൗഹീദ് പറയുമ്പോഴാണ് ചോദിക്കുന്ന, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, നമ്മുടെ വല്യാപ്പയുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുമ്പോ മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി അതോർത്ത് വിഷമം.
കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. നേരെ മറിച്ച് ആ അവരുടെ വിവരം മുഴുവനും അവരസാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, അത് മുഴുവനും റബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അവനവയും സംഭവിക്കൂല എന്ന മറുപടിയാണ് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവക്ക് നൽകിയത്. ഞാൻ ചരിത്രം നീട്ടിപ്പറയില്ല, അതിന് സമയമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത് പറഞ്ഞത് മുതൽ മൂസാ നബി ഫറോവയുടെ എതിരാളിയായി. മൂസാ നബി ഫറോവയുടെ എതിരാളിയായി. ഏത് മൂസ? ആ ഫറോവയുടെ രാജകൊട്ടാരത്തിൽ വളർന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ എതിരാളിയായി മാറുകയാണ്, ഫറോവയുടെ ശത്രുവായി മാറുകയാണ്. മാത്രമല്ല അതിനു വേണ്ടിയിട്ട് യോഗം കൂടുകയാണ്. യോഗം കൂടിയെന്ന് മാത്രമല്ല, ഒരിക്കൽ ആളുകളെ മുഴുവനും ഒരു വലിയ മൈതാനത്തേക്ക് വിളിച്ചുകൊണ്ട് ഫറോവ പറഞ്ഞ രംഗം വിശുദ്ധ ഖുർആൻ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഈ മൂസ ഇപ്പോൾ വന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി. അവർ മൂസയുടെ ആളുകൾ അവർ നമ്മെ ദേഷ്യം പിടിപ്പിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അവരെ ശരിയാക്കണം. അങ്ങനെ ഫറോവയും കൂട്ടരും പുറപ്പെട്ടു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശരിയാക്കാൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണല്ലോ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആകട്ടെ തന്റെ ആളുകളുമായി നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ വഹയി വന്നു. എന്തായിരുന്നു വഹയ്? അൻ അസ്രി ബി ഇബാദി ഇന്നകും മുത്തബഊൻ, അൻ അസ്രി ബി ഇബാദി ഇന്നകും മുത്തബഊൻ. പോയിക്കോ, രാത്രി തന്നെ പുറപ്പെട്ടോ, നിങ്ങളുടെ പൊന്നാലെ ഫറോവ വരുന്നുണ്ട്, അവന്റെ ആളുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടോളൂ എന്ന കൽപ്പന, അല്ലാഹുവിന്റെ കൽപ്പന മൂസാ നബിക്ക് കിട്ടുമ്പോ പാതിരാത്രിയിൽ തന്റെ അനുയായികളുമായി മഹാനായ മൂസാ അലൈഹിസ്സലാം ഓടുകയാണ്. ഓടി 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 അവർ അവസാനം ചെന്നു നിന്നത് ഒരു കടലിന്റെ സമീപത്താണ്. ആ കടലിന്റെ ഇരമ്പൽ അവർ കേൾക്കുമ്പോ അവിടെ നിന്നു അവര്, മുന്നിൽ കടലാണിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, തിരിഞ്ഞു പോരാൻ ശ്രമിക്കുമ്പോൾ പുറകിൽ നിന്നതാ ശബ്ദം കേൾക്കുന്നു. ആരാണ് വരുന്നത്? ഫറോവയും ഫറോവയുടെ സൈന്യവുമാണ്. ആ കടലിനും ഫറോവക്കും ഇടയിൽ അവർ പെട്ടുപോകുമ്പോ അവര് പറയുന്നൊരു വാചകം ഖുർആൻ രേഖപ്പെടുത്തി. ഏതാണ് ആ വാചകം എന്നറിയുമോ? എന്താണ് അവർ പറഞ്ഞെന്നറിയുമോ? ഓ മൂസാ ഇന്നാ ലമുദ്റകൂൻ, ഇനി നമുക്ക് രക്ഷയില്ല, നമ്മൾ പിടിക്കപ്പെട്ടതു തന്നെ. ഇനി നമുക്ക് രക്ഷയില്ല. ഒന്നുകിൽ മുന്നിലെ കടലിൽ ചാടിച്ചാകണം, അല്ലെങ്കിൽ ഈ സൈന്യത്തിന് പിടികൊടുത്തുകൊണ്ട് അവരുടെ വാളുകൊണ്ട് നമ്മുടെ ഗളച്ഛേദം ചെയ്യുന്നതിന് നമ്മൾ വിധേയരാകണം. എന്തു ചെയ്യും, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞൊരു മറുപടി ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ മറുപടി എന്നറിയോ? ബേജാറാകണ്ട, പേടിക്കണ്ട. നിങ്ങൾ ബേജാറാകണ്ട, വിഷമിക്കണ്ട, കുടുങ്ങിയിട്ടില്ല നമ്മൾ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാട്ടിത്തരും. ആ റബ്ബ് എനിക്കൊരു വഴി കാട്ടിത്തരും. എന്റെ കൂടെയുള്ളവൻ റബ്ബാണ്, ആ റബ്ബാണ് എനിക്ക് വഴി കാട്ടിത്തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ വിഷമിക്കണ്ട എന്ന മറുപടി വരുമ്പോ അല്ലാഹുവിന്റെ സഹായം അങ്ങോട്ട് എത്തുകയാണ്. പടച്ച റബ്ബിന്റെ സഹായം വരികയാണ്. എന്താണ് അല്ലാഹുവിന്റെ സഹായം? മൂസാ നബിയോട് അല്ലാഹു വഹി നൽകുന്നു. കടലടിക്ക് മൂസ, വടി കൊണ്ട് കടലടിക്കാനുള്ള പറയുമ്പോ മൂസാ നബി വടിയുണ്ട് കടലിലേക്ക് അടിക്കുമ്പോ ഫംഫലഖ, കടൽ രണ്ടായിട്ട് ഇങ്ങനെ പിളർന്നു നിന്നു. അള്ളാഹുവിന്റെ സഹായം അങ്ങനെ വരിക. ആ കടൽ രണ്ടായി പിളർന്നു നിൽക്കുന്നത് കണ്ടപ്പോ ഒരു വേള നിൽക്കുന്നു. കടല് പോലും ബഹുമാനിച്ചാടുന്നത്. അപ്പോഴും ഈ ഫറോവയുടെ കിബറ് മാറിയിട്ടില്ല. അതാണ് ശിർക്കിന്റെ ആള് പ്രത്യേകത. ഈ ശിർക്കിന്റെ ആളുകളുടെ പ്രത്യേകത അതാണ്. അവര് തകർന്നിട്ട് പൊളിഞ്ഞ് പാളിശായി അവര് മുഖം കുത്തി വീണാലും
കണ്ടോ ഞങ്ങളുടെ വിജയം കണ്ടെന്ന് അവർ പറയുള്ളൂ. ഫറോവയെ തന്നെ കടലിൽ വിളന്നപ്പോഴും അവർ പറയാ, ആര് ഫറോ പറയാണ്, എന്ത് കണ്ടോ, എന്നെ കണ്ടപ്പോ കടൽ എന്നെ ബഹുമാനിച്ചതാണ്. വല്ലാത്ത ബഹുമാനായി പോയി. മൂസാ അലൈഹിസ്സലാം നേരെ അപ്പുറത്തേക്ക് പോയി, പുറകെ ഫറോവയും. നേരെ കടൽ വന്നൊന്നിച്ചു. ലോകാത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയ ഭരണാധികാരി, ലോകാങ്ങളുടെ ആ പിരമിഡുകളുടെ ഉപജ്ഞാതാവായ ഭരണാധികാരിയായ അതേ ഫറോവ ചെങ്കടലിൽ വെള്ളം കുടിച്ച്, ഉപ്പുവെള്ളം കുടിച്ച് മുങ്ങിച്ചത്തു. ഇത് ലോകത്ത് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. ആ ഫറോവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കും ദൃഷ്ടാന്തമായി ഈ ലോകത്ത് നിലനിർത്തി. ഇതൊക്കെ നമുക്കറിയാം. വിശ്വാസികൾ രക്ഷപ്പെട്ടു. ഇനിയൊരു ബേജാറുണ്ടോ? ഇനി ഫറോവയെ പേടിക്കണോ? ഇനി എതിരാളിയെ ഭയപ്പെടണോ? മൂസാ നബിയും മൂസാ നബിയുടെ അനുയായികളും സുരക്ഷിതമായൊരു താവളത്തിലാണ്. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് സമാധാനമായി. സുബ്ഹാനല്ലാഹ്, ഇനി ഒരു ബേജാറില്ല കേട്ടോ. നമ്മൾ മാത്രം, നമ്മുടെ സംഘടനക്കാര് മാത്രം, ഒരാളില്ല, ഒരു എതിരാളില്ല. അതുകൊണ്ട് നമുക്ക് ഉഷാറായി മുന്നോട്ട് പോകാം, ഒരു ബേജാറും വേണ്ടല്ലോ. സാനെ പറഞ്ഞൊരു പണി ചെയ്യും, നിങ്ങളിവിടേക്ക് നമ്മുടെ ഈ തൗറാത്തില്ല, വേദഗ്രന്ഥം ഇല്ല. വേദഗ്രന്ഥം ഇല്ല, ഇതുവരെ ഇല്ലാതെ. അപ്പൊ വേദഗ്രന്ഥം ഇല്ലാതെ അത്ര ജീവിച്ചത്? അതെ അതെ, അത്രയും കാലം വേദഗ്രന്ഥം ഇല്ല. അപ്പോഴോ വഹി വേറുണ്ട്, വഹി വേറുണ്ട്. പ്രവാചകന്മാർക്ക് ചില ആളുകൾ പറയും ഖുർആൻ മാത്രം മതി, അവർക്ക് മറുപടിയായത്. ഫറോവ ചാകുന്നത് വരെ തൗറാത്ത് കയ്യിലില്ല. ആരുടെ കയ്യിൽ? മൂസാ നബിയുടെ കയ്യിൽ. പിന്നെന്താ ഈ പറഞ്ഞത്? തൗഹീദ്. അതെവിടുന്ന് കിട്ടി? അതല്ലാഹു വഹി കൊടുത്തതാ. അപ്പൊ തൗറാത്ത് വേദഗ്രന്ഥമല്ലാത്ത വഹി ഉണ്ടാർക്ക്? പ്രവാചകന്മാർക്ക്. അതാണ് സുന്നത്ത് എന്ന് പറയാ. മനസ്സിലായോ? ഖുർആൻ മാത്രമല്ല പ്രവാചകന്മാർക്ക്. ഖുർആൻ പോലെ, വേദഗ്രന്ഥം പോലെ വേറെ ഉണ്ടാവും പ്രവാചകന്മാർ. അതാണ് സുന്നത്ത്, ഹദീസ് എന്നൊക്കെ പറയുന്നത്. ഹദീസ് ചെയ്തികൾക്ക് വളരെ ഖണ്ഡിതമായ മറുപടിയാണിത്. അപ്പോ ഫറോവ ചാകുന്നത് വരെ തൗറാത്തില്ല. മഹാനായ മൂസാ അലൈഹിസ്സലാം ആളുകളോട് നിങ്ങൾ അവിടെ നിൽക്ക്, നമുക്കൊരു രേഖ വേണ്ടേ, പ്രമാണം വേണ്ടേ, ആയത്തും അതുപോലെ തന്നെ തെളിവുകളും ഒക്കെ വേണ്ടേ. അതുകൊണ്ട് ഞാൻ തൗറാത്ത് വാങ്ങി വരാം, നിങ്ങൾ ഇവിടെ നിൽക്ക്. ഞാൻ നിങ്ങളെ ഒറ്റക്കാക്കിയല്ല പോണ, എന്റെ സഹോദരൻ ഹാറൂൻ ഉണ്ട് അവിടെ, നിങ്ങൾക്ക് മാർഗനിർദ്ദേശം പറഞ്ഞുതരാൻ ഹാറൂൻ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പോയി വരാം. 40 ദിവസമാണ് മഹാനായ മൂസാ നബി ലീവ് എടുത്ത്. എവിടുന്ന്? തന്റെ അനുയായിലെടുക്കുന്നു. നേരെ പോയി തുരുസീനാ പർവ്വതത്തിലേക്ക്. ഓടി വരുന്ന കണ്ടപ്പോ അള്ളാന്റെ ഒരു ചോദ്യം ഉണ്ട്. ഖുർആൻ പറയാണ്. എന്താ ചോദ്യം? വമാ അഅജലക അൻ ഖൗമിക യാ മൂസാ, മൂസാ എന്താണ് ഇങ്ങ് ധൃതി വെച്ച് ഓടി വന്നത്? നിന്റെ അനുയായികളെ മുഴുവനും അവിടെ ഒറ്റക്കിട്ടിട്ട് എന്തേ ഓടി വന്നത് എന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ചവൻ ചോദിക്കുമ്പോ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടിയുണ്ട്. ഖുർആൻ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് മൂസാ അലൈഹിസ്സലാം പറഞ്ഞത്? പടച്ച റബ്ബേ, ഞാൻ എന്താണ് ഓടി വന്നതെന്നോ, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, എന്റെ കാലടികളെ അങ്ങനെ തന്നെ പിൻപറ്റുന്ന ഒരു ജനത എവിടെയുണ്ട് റബ്ബേ, അവരെ ബാക്കിയാക്കിയിട്ടാണ് വന്നത്. പടച്ച റബ്ബേ, വീണ്ടും കൂടുതൽ നിന്നിലേക്ക് അടുക്കുവാനും നിന്റെ തൃപ്തി കരഗതമാക്കുവാനും ആവശ്യമുള്ള ആ നിർദ്ദേശങ്ങളടങ്ങിയ രേഖ വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ ധൃതി വെച്ചുകൊണ്ട് വന്നത്. എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു ജനതയുള്ളപ്പോ അവർക്ക് കൂടുതൽ നിന്റെ തൃപ്തി നേടാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് മൂസാ അലൈഹിസ്സലാം തന്റെ ഉമ്മത്തിനെ, അല്ലെങ്കിൽ തന്റെ അനുയായികളെ ഉയർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോ, അവരെ പൊക്കി സംസാരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞ മറുപടി എന്താണ്? മൂസാ, നീ ധരിച്ചതുപോലെയല്ല കാര്യം. കാരണം നീ അവിടെ നിന്ന് പോന്നപ്പോ ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക വഅദല്ലഹുമുസ് സാമിരീ, താങ്കൾ അവിടെ നിന്ന് പുറപ്പെട്ടതിനു ശേഷം അവരെ, താങ്കൾക്കു ശേഷം ആ സാമിരി ഉണ്ടല്ലോ, താങ്കളുടെ ശിഷ്യനായിരുന്ന സാമിരി, പുറത്തുനിന്ന് വന്ന ആളല്ല കേട്ടോ. സാമിരി പുറത്തുനിന്ന് വന്നല്ല. മഹാനായ മൂസാ നബി ഈജിപ്തിൽ കൊണ്ടുവന്നത് ആരെ? സാമിരിയെ. ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ. ആരെ? സാമിരിയെ. ആ സാമിരിയെ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ചിന്തിക്കണം. 40 ദിവസം കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് സാമിരി പിഴപ്പിച്ചു കളഞ്ഞു. ആരെ? മൂസാ നബിയുടെ ജനതയെ. എന്തിൽ നിന്നാ പിഴപ്പിച്ചത്? ശാഖാപരമായ ഒരു കാര്യത്തിൽ നിന്നാ അല്ല, തൗഹീദിൽ നിന്ന്. അതിന് സാമിരിക്ക് എത്ര പണിയെടുക്കണമെന്നുള്ള അറിയോ? ഒന്നും ചെയ്യേണ്ടി വന്നില്ല. സാമിരി ചോദിച്ചു, നിങ്ങളുടെ സ്വർണ്ണം ഉണ്ടോ? സ്വർണ്ണം ഉണ്ടോ?
ഈജിപ്തിൽ നിന്നൊന്നല്ലേ? സ്വർണ്ണം ഉണ്ടോ? പിന്നെ സ്വർണ്ണം ഇല്ലാതെ ഇവിടെ ബാഗിലുണ്ട് കുറെ ആളുകൾ, ബാഗിലെ സ്വർണ്ണം. വേറെ ചില താത്താമാർ എന്റെ കഴുത്തിലുണ്ട്, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എല്ലാം വാരി എല്ലാം വാങ്ങി ആര് സാമരി. എന്നിട്ട് അത് ഉരുക്കിയിട്ട് ഒരു മുക്കറിടുന്നൊരു കാളക്കുട്ടിയുണ്ട്. മൂപ്പര് പെരുന്തച്ച സ്റ്റൈലാ. പഴയ നമ്മുടെ തച്ചുശാസ്ത്രത്തിലെ പെരുന്തച്ചനുണ്ടല്ലോ, ആ സ്റ്റൈലിൽ ഇയാൾ നിർത്തുന്നത് അറിയോ? ഒരു കാളക്കുട്ടി ഉണ്ടാക്കി, ഒരു മുക്കറിടുന്നൊരു കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഇതുണ്ടാക്കിയിട്ട് ആളുകളോട് ചോദിച്ചു, അല്ല നമ്മൾ ഈ ഫറോവയോട് പറഞ്ഞ തൗഹീദ് ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടില്ലേ? പിന്നെ തൗഹീദ് കേട്ടതാ, നമ്മൾ ഒരുപാട് കണ്ടില്ലേ? കണ്ടു. അല്ല നമ്മൾ കുറെ റബ്ബിനെ കുറിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞു. നമ്മുടെ ഇലാഹ്, അതെ ഇലാഹ്, അത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതെ. കാണണോ? ആരെ? ഇലാഹിനെ കാണണോ? കാണണം. എങ്കിൽ കണ്ടോ. ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ, ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ. ദാ നിൽക്കണം നിങ്ങളുടെ ഇലാഹ്, ഈ ഇലാഹാണ് മൂസാന്റെ ഇലാഹ്. ഒരു അപ്പീലില്ല കാര്യത്തിൽ, ഒരു വർത്താനം മാറ്റി പറയണ്ട. എന്ത്? ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ, ഇതാണ് നിങ്ങളുടെ ഇലാഹ്, അതുപോലെ തന്നെ നിങ്ങളുടെ മൂസയുടെയും ഇലാഹ്. ഇത് കേട്ടപ്പോ ആളുകൾ അതാണല്ലേ നമ്മൾ ഇത്ര കാലം പറയുന്ന തൗഹീദ്, ഇതാണ്, ഇത് തന്നെ, വേറെ മാറ്റില്ല, ഇതാണ് ഇത്രയും കാലം പറയും. അത് തന്നെ. ഭൂരിഭാഗം പോയി. നിന്ന കൗമിന്ന് വളരെ സജീവരുന്ന ആൾക്കാരൊക്കെ അപ്പുറത്തിയാടി. സാബരി ഗ്രൂപ്പ്, ഹാറൂൻ അലൈഹിസ്സലാം അവിടെ ഉണ്ട്, മൂസാ നബി ഏൽപ്പിച്ച ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, തലമുതിർന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ആള് പറഞ്ഞു, അവിടെ നിക്ക്, വെയിറ്റ്, ഒന്ന് മൂസ വന്നോട്ടെ. പറ്റില്ല, കിത്തുപാടില്ല, വിൽബ് പറിച്ചൊക്കെ പറ്റില്ല. അപ്പൊ തന്നെ മൂസ വരുന്നൊരു കാക്കാൻ ഞങ്ങളെ കിട്ടൂല. ഹക്കിന്റെ വാർത്ത അപ്പൊ തന്നെ വർത്താനാണ്. കിത്തുമാറിൽ മിൽമ് പറിച്ചൊക്കെ ഞങ്ങളില്ല. അവരവിടെ പിഴച്ചു. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങി വരുന്ന രംഗം നിങ്ങൾ മനസ്സിലാക്കണം. മൂസാ നബി അലൈഹിസ്സലാം ഏതൊരു മാനസികാവസ്ഥയിലായിരിക്കും മടങ്ങി വരിക. നിങ്ങൾ പറഞ്ഞില്ല, ആമയൂര് വെച്ചിട്ട് AP പ്രസംഗവും ഞാനുണ്ട് സദസ്സിൽ. AP പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ അറിയാം, 1930-കളില് 33-കളില് കുട്ടപ്പുറത്ത് ഒരു ലാപ്ടോപ്പ് കയ്യിലില്ലാത്ത കാലത്ത് എന്നൊക്കെ വാദപ്രയോഗത്തിനൊക്കെ വിളിച്ചാൽ വാരിക്കൊണ്ട പോലെ എന്താ വേണ്ട ലാപ്പോ 10,000 കിതാബും 30,000 കിതാബൊക്കെ പിന്നെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് സെർച്ച് ചെയ്തൊക്കെ അപ്പാപ്പം മറുപടി പറയാൻ ശ്രമിക്കും. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് പാളക്കിതാബ്, വലിയ മുറം പോലത്തെ കിതാബ് മറിച്ചിട്ട് എബാറത്ത് നോക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരുമായി പോയി വാദപ്രയോഗം നടത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് ഹസൻ മുസ്ലിയാരെ പോലുള്ള ആളുകൾ വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കുമ്പോ മുജാഹിദുകൾ അത് ഏറ്റെടുക്കണ കുറ്റിക്കാട്ടിൽ നിന്നാ ഏറ്റെടുക്കല്. പഴയകാല ചരിത്രം വായിച്ചും കാണാൻ കഴിയും. കുറ്റിക്കാട്ടിൽ നിന്നാണ് വാദപ്രതിവാദ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നത്. ഉമ്മയുടെ മുലപ്പാൽ കുടിച്ചോണ്ടെങ്കിൽ വാടാ എന്ന് പറയുമ്പോൾ ഉണ്ടടാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് കുറ്റിക്കാടുകളിൽ നിന്ന് വാദപ്രതിവാദ വെല്ലുവിളി ഏറ്റെടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വളരെ ശക്തമായ വാദപ്രതിവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും നടന്നിട്ട് അത് കണ്ടു മുജാഹിദായ ആളുകൾ ഇവിടെ ഉണ്ട്. APയുടെയൊക്കെ വാദപ്രതിവാദം കണ്ടു മുജാഹിദായ ആളുകള് അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് എന്തെടുത്തത്, ഇവിടെ സാമിരികൾ ഉണ്ടായത്. പുറത്തുനിന്ന് വരണ്ടതിന് അകത്തുനിന്നുണ്ടായി. എന്നിട്ട് ഇതുണ്ടാക്കി വെച്ചിട്ട് പറയും, ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് ഇതാ, ഏത് ജിന്നെ മുഴുവൻ ആളുകളും, ആ ആളുകൾ മുഴുവനും പറഞ്ഞത് ആരാ? എന്താണ് അത്? ഈ ജിന്നാണ്. ജിന്നിനോട് തേടിയാൽ, വിജനപ്രദേശത്തെത്തിയാൽ ജിന്നിനോട് തേടിയാൽ അത് ശിർക്കാകൂല. രാത്രിയുടെ ഇരുളിൽ ജിന്നിനോട് തേടിയാൽ അത് ശിർക്കല്ല. ഇതാണ് നമ്മുടെ ആദർശം, ഇത് തന്നെയാണ് നമ്മുടെ ആദർശം. ഇതായിരുന്നു ഇവിടെ APയും TPയും അതുപോലെ തന്നെ ഉമർ മൗലവിയും KM മൗലവിയും ഒക്കെ പഠിപ്പിച്ച ആദർശം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതാ AP ആമയൂർ എന്ന് പറഞ്ഞത്. നമ്മൾ കഷ്ടപ്പെട്ട് പൊട്ടക്കിണറ്റി വീണുപോയ ഒരു ചങ്ങായി പൊട്ടക്കിണറ്റി കിടക്കുക. എന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അയാളെ കരക്കയറ്റാൻ, ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് പ്രയാസപ്പെട്ടു, ആളുകളെയൊക്കെ കൂട്ടി അവസാനം കയറൊക്കെ ഇട്ട് അയാളൊക്കെ ചെന്ന് പതുക്കെ ജീവൻ പോലും വേർപ്പിച്ച് പതുക്കെ കൈപിടിച്ച് വലിച്ച് കയറ്റി അയാളെ കൊണ്ടുവന്ന് കരക്ക് നിർത്തി. കരക്ക് ഈ ചങ്ങായി അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം, ഒരിക്കലും പ്രശ്നമില്ലാതെ. ഈ കുഴപ്പമില്ല, അൽഹംദുലില്ലാ, ഖൈർ എന്ന് പറയുമ്പോൾ മൂപ്പരെന്തറിയോ, അങ്കിപ്പോരാവേ എന്ന് പറഞ്ഞ് തിരിച്ചൊറ്റ ചാട്ടം എങ്ങോട്ട്? ആ കിണറ്റിലേക്ക് തന്നെ അയാൾ ഒറ്റ ചാട്ടം ചാടി. ഇതുപോലായി പോയല്ലോ എന്ന് AP ചോദിക്കണം.
ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഖുറാഫാത്തുകളിൽ നിന്നൊക്കെ ആളുകളെ കരക്ക് പിടിച്ച് വലിച്ച് കയറ്റി മോളി നിർത്തിയിട്ട് മൂപ്പര് ചാടിയിട്ട് ചോദിക്കാണ്, അല്ല ക്ലിനിക്ക് എവിടെയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇയാൾ ചാടിയിട്ട് അവളോട് ക്ലിനിക്ക് എവിടെയാണ്? ക്ലിനിക്ക് എവിടെ? ചോദിച്ചില്ലേ? ചോദിച്ചത് ഒരു മുജാഹിദ്. നിങ്ങളറിയോ? എന്റെ മനസ്സിൽ വല്ലാതെ പിടച്ചിലുണ്ടായ ഒരു രംഗമുണ്ട്. എന്താണെന്നറിയോ? മുമ്പ് ഈ പ്രശ്നം കത്തിക്കാളുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ഒരു ചങ്ങാതി പ്രസംഗിക്കുകയാണ് മഞ്ചേശ്വരത്ത്. ഞാൻ ഇരുവേറ്റിയിൽ എന്റെ ആ വേദന പങ്കുവെച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ കുറച്ച് രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ടാവും ആ വേദന കൊണ്ട്. എന്നറിയോ, ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ നയിക്കുന്നത് ഐവർ സംഘമാണ്. എന്നാൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് ബോധമില്ല, അയാൾ അത്തുംപിത്തുമായിട്ടുണ്ട്. ആരെ കുറിച്ചാ പറഞ്ഞത്? ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച്. അദ്ദേഹത്തിന് സ്വബോധമില്ല. അനുദാഹരണം പറയാണ്. അദ്ദേഹം അയാളുടെ വീട്ടിൽ ചെന്നപ്പോ, ഈ പ്രസംഗിച്ച ആൾ, ഈ സോളിഡ് പ്രൂഫ് മൗലവി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ ചായ കുടിച്ചോന്ന് ആദ്യം ചോദിച്ചു. പിന്നെ കുറെ കഴിഞ്ഞ് പിന്നെയും ചോദിച്ചു ചായ കുടിച്ചോന്ന്. ഇതാണ് AP ബോധമില്ല എന്നുള്ള തെളിവായി അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. 2 തവണയോ 3 തവണയോ AP എന്നോട് ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കൂല. ഒരാൾ ചിലപ്പോൾ പേര് ചോദിക്കും, പിന്നെ കുറച്ച് പിന്നെ നിങ്ങളുടെ പേരെന്തായിരുന്നു എന്ന് ചോദിക്കും. ഓർക്കാതിട്ട് ചോദിക്കണാണ്. ചിലപ്പോ ചങ്ങാതി ഇങ്ങനെ പറഞ്ഞിടക്കേണ്ടത് പറഞ്ഞിട്ട് AP അല്ലേ, ചിലപ്പോ ഒന്ന് കൊടുക്കാനും സാധ്യതയുണ്ട്. അല്ല എന്തായാലും പറയണല്ലേ, ഇരുന്നോട്ടൊരു തെളിവ് എന്ന് പറഞ്ഞിട്ട് AP തന്നെ സ്വതസിദ്ധമായ ശൈലത്ത് ആക്കിയതാകാനും സാധ്യതയുണ്ട്. ഏതായിരുന്നാലും 3 വട്ടം ചായ കുടിച്ചോന്ന് ചോദിച്ചു. ഇതാണ് അത്തുംപിത്താണ് തെളിവ്. മനസ്സിലാക്കണം. ചങ്ങാതി എനിക്കറിയോ, പൂനൂര് വെച്ചുകൊണ്ട് വാദപ്രതിവാദം നടക്കുമ്പോ ആ പ്രസംഗിച്ച വ്യക്തിയുടെ വാപ്പ ആ സംവാദം കേട്ടിട്ട് ആരുടെ? AP സംവാദം, ശിർക്കിനെതിരെയുള്ള പോരാട്ടം, അത് കേട്ടിട്ട് വീട്ടിലെത്തിയപ്പോഴാ ഭാര്യ പ്രസവിച്ചെന്ന് പറഞ്ഞിട്ട് ആവേശം കയറിട്ട് മോന് മുജാഹിദിന് പേരിട്ട് ഓനാ പ്രസംഗിച്ചത്. മനസ്സിലാക്കണം. ചങ്ക് പിടയൂല കൂട്ടരെ, പിടയൂലേ? ഏത്? ആ പ്രസംഗിച്ച വ്യക്തിയുടെ വാപ്പക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തൊരു നേതാവ്. ആ പണ്ഡിതനെ സംസാരിച്ചത്. എഴുതി വെച്ചോ ചില കാര്യങ്ങൾ പടച്ച റബ്ബ് ചെയ്തു തരും. അത്രയും പറയുള്ളൂ. അള്ളാഹുവിന്റെ ഖദറിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തും. ആ രേഖപ്പെടുത്തിയതിന് ഒരുപാട് തെളിവുകൾ പടച്ച റബ്ബ് മുൻഗാമികളെ ചൂണ്ടി സംസാരിച്ച ചില വചനങ്ങൾ അള്ളാഹിന്റെ കലാമിൽ നിന്ന് നോക്കി വെച്ചോ, നല്ലതായിരിക്കും അത്. നോക്കി വെച്ചോ, അല്ലെങ്കിൽ പടച്ചവനോ പരസ്യമായി തൗബ ചെയ്ത് ഹക്കിന്റെ മാർഗത്തിലേക്ക് ഒരാളെ കുറിച്ച് ഞാൻ മോശമാകുമെന്ന് ചിന്തിക്കണ്ട. ഇവർക്ക് തൗബ എന്ന് പറഞ്ഞതിന്റെ പേടിയാ. ഈ കൗബര് തൗബില്ല കേട്ടോ. തൗബ തന്നെ പറഞ്ഞാൽ തന്നെ പേടിയാണ്. തൗബ എന്ന് പറഞ്ഞ പേടിയാ. തൗബ പേടിക്കേണ്ട കൂട്ടരെ. തൗബ ചെയ്യാത്തവൻ ഇബ്ലീസാണ്, ശൈത്താനാണ്, പിശാചാണ്. ആദം നബി തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇബ്ലീസിന് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇബ്ലീസിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, ആദമിനും തെറ്റ് പറ്റിയിട്ടുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്നറിയോ? ആദം നബി തൗബ ചെയ്തു എന്നുള്ളതാ, ഇബ്ലീസ് തൗബ ചെയ്തിട്ടില്ല എന്നുള്ളതാ. ഇബ്ലീസ് തൗബ ചെയ്തില്ല, ആദം നബി തൗബ ചെയ്തു. അതുകൊണ്ട് തൗബ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ബേജാറാകണ്ട. പരസ്യമായി തൗബ ചെയ്തോ, എന്നിട്ട് തൗഹീദിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നോ. ഇല്ലെങ്കിൽ രാജാതിരാജനായ റബ്ബുണ്ട് നമുക്ക് മോളിൽ. അവൻ ദുആ തട്ടൂല, അവൻ പ്രാർത്ഥന തട്ടൂല. കേരളത്തിന്റെ മണ്ണിൽ ഒരാൾ നടത്തിയ ദുആ നമ്മൾ കേട്ടല്ലോ. തലശ്ശേരിയിൽ ആ ദുആ ഞാൻ കേൾപ്പിച്ചു. ആരായിരുന്നു ആ ദുആ ചെയ്തത്? ബഹുമാനായ സക്കരിയ മൗലവിയാണ്. എന്തായിരുന്നു ആ ദുആ? അല്ലാഹുവേ, ഈ തൗഹീദി പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയവൻ ആരായിരുന്നാലും അവൻ നീ പിടിക്കണേ അല്ലാ. ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. അത് ആരാകട്ടെ, ഹുസൈൻ സലഫി ആണെങ്കിൽ ഹുസൈൻ സലഫിയെ, സക്കരിയ സ്വലാഹി ആണെങ്കിൽ സക്കരിയ സ്വലാഹിയെ നീ കാണിച്ചു തരണേ അല്ലാ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യുക മാത്രമല്ല, നിങ്ങൾ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. തഹജ്ജുദ് നമസ്കരിച്ചിട്ടൊക്കെ പടച്ചോട് ദുആ ചെയ്ത് അള്ളാഹ് തട്ടുവോ? നിങ്ങൾ വിചാരിക്കണ്ടോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. ആ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് നടത്തുന്ന ദുആ അല്ലാഹ് തട്ടുമെന്ന് നിങ്ങൾ കരുതിയോ? തിരുവോരങ്ങളിൽ പിച്ചു ചീന്താൻ ശ്രമിച്ചവൻ ആരാണെങ്കിലും നീ വെറുതെ വിടല്ല അല്ലാഹ്. ഞങ്ങൾ കുറച്ച് കാലം മുമ്പ് ആ VP ഹാളിന്റെ രംഗം ആലോചിക്കുകയാണ്.
എനിക്ക് തൗഹീദ് ആ പ്രസ്ഥാനമാണ്. എനിക്കൊരു വൈകാരിക ബന്ധമുണ്ട് ഈ പ്രസ്ഥാനമായിട്ട്. അത് മുറിച്ചാ തിരിഞ്ഞല്ല, മുറിച്ച പോണല്ല, നേരെ മറിച്ചത് വൈകാരികമായ ബന്ധമാണ്. ഒരു വേള ആ ശിർക്കിന്റെ വടിയിലൂടെ നടന്നു നീങ്ങുന്ന വേളയിൽ ഈ അനസംഗാനം പിടഞ്ഞു വീടരുതുവെങ്കിൽ അല്ലാഹ് പറഞ്ഞില്ലേ, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു. അല്ലാഹ് പറയാണ്, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു. അവിടെ നിന്ന് അല്ലാഹുവാണ് തൗഹീദ് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുത്തിയത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല കൂട്ടരെ? അന്നെങ്ങാനും ആ ശിർക്കിന്റെ ആ മാർഗത്തിൽ ജീവിച്ചു പോകുന്ന വേളയിൽ ഒരു വേള ശ്വാസം നിലച്ചു പോയിരുന്നെങ്കിൽ നരകത്തിലേക്ക് വീണു പോകുമായിരുന്ന എന്നെ, എന്റെ പിതാവിനെ, എന്റെ കുടുംബത്തെ തൗഹീദിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനത്തെ നല്ല സഹോദരങ്ങളെ കുത്തിക്കീറിയിട്ട് മാറി നിന്നിട്ട് പോസ്റ്റൊട്ടിച്ചാൽ പടച്ചിറപ്പ് നിങ്ങൾ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വേറുള്ള വൈരാഗ്യവും കക്ഷിത്വവും ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ മാറ്റിവെക്ക്, എല്ലാം വിട്. നമ്മൾ തമ്മിൽ പറഞ്ഞതും കേട്ടതും അതുപോലെ തന്നെ വാപ്പ മോനോട് പറഞ്ഞതും സെക്രട്ടറി പ്രസിഡന്റിനോട് പറഞ്ഞത് അതൊക്കെ വിട്. അതൊക്കെ വിട്ടിട്ട് സ്വച്ഛന്തമായി സ്വസ്ഥമായി ഒന്ന് ചിന്തിക്കുക. ആർക്ക് വേണ്ടി? ടി കെ സറഫിന് വേണ്ടിയോ? സുബ്ഹാനല്ലാഹ്. അതോ CP സലീമിന് വേണ്ടിയോ? ആർക്ക് വേണ്ടിയാ? അതോ ഹുസൈൻ സലഫിക്ക് വേണ്ടിയോ? ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാണ് കൂട്ടരെ? എന്തിനു വേണ്ടിയായിരുന്നു കൂട്ടരെ? എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? എന്തായിരുന്നു? മലക്കുകൾ ജിന്നുകൾ പ്രാർത്ഥന കേൾക്കും, അതാണ് വിഷയം. അതായിരുന്നോ വിഷയം? ആയിരുന്നോ? അതിനു വേണ്ടിയാണ് നിങ്ങൾ കുത്തിക്കേറിയത്? അതിനു വേണ്ടിയാണോ ഈ മഹാപ്രസ്ഥാനത്തെ വലിച്ചു കയറാൻ ശ്രമിച്ചത്? പക്ഷേ നിങ്ങളുടെ നഖം പോരാ ഈ പ്രസ്ഥാനത്തെ തൊടാൻ. അത് പോരാ. നിങ്ങൾ കൂർപ്പിച്ചു വെച്ച നഖമോ നിങ്ങളുടെ ഉളിയോ ഉളിപ്പല്ലുകളോ കൊണ്ട് നശിക്കുന്ന പ്രസ്ഥാനമല്ല ഇത്. ഇത് ചില്ല പൊട്ടിയാലും പടർന്നു പന്തലിക്കും ഈ പ്രസ്ഥാനം. ഒരു ചില്ല പോയാൽ, ഒരു മരത്തിന്റെ ചില്ല പോയാൽ രണ്ടെണ്ണം അപ്പുറത്ത് വരും. കേട്ടിട്ടില്ലേ? ഒരു മരത്തിന്റെ ചില്ല പോയി വെട്ടിവെക്ക്. നല്ല അസുലുള്ള മരാണെങ്കിൽ ആ മരത്തിന്റെ ചില്ല വെട്ടിവെക്ക്, രണ്ടെണ്ണം അപ്പുറത്ത് വരും. അല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ താഴ്വേര് ഭൂമിയിലെ കാണ്ടിറങ്ങിയതാണ്. അതിന്റെ ശാഖകളും ശാഖോപശാഖകളും ആകാശം മുട്ട വിശാല വിസ്തൃതമായതാണ്. ഒരിക്കലും അത് ഒരു കൊമ്പ് പൊട്ടിയാൽ നശിക്കുന്ന പ്രസ്ഥാനമല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, പാതിരാത്രിയിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ പോകുമ്പോ ഒരു പ്രസംഗം കഴിഞ്ഞ് 1 മണിക്കോ പോകുമ്പോ ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ ഒരു സൈക്കിളിന്റെ ബാക്കിൽ ഒരു ബക്കറ്റും വെച്ചിട്ട് പോസ്റ്റർ ഒട്ടിക്കാൻ പോവാ. ഞാൻ 1 മണി 1:30 മണിയായിട്ടുണ്ട്. ഞാൻ വണ്ടി പതുക്കെ സ്ലോ ആക്കി. ഇത് ആരാണ്? ഏത് വകുപ്പാണ് ഈ പാപ്പ? രാത്രി ഇയാൾ എന്താ ഇവിടെ പരിപാടി? ഞാൻ വണ്ടി സ്ലോ ആക്കി നോക്കുമ്പോ നമ്മുടെ ഒരു പ്രവർത്തനാണ്. ഏതൊരു പരിപാടി, ഇസ്ലാഹി പ്രഭാഷണത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കുക. ഞാൻ വണ്ടി ഒന്നുകൂടെ കറക്കി തിരിച്ചു വന്നു, എന്നിട്ട് നിർത്തി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അയാൾ ആദ്യം ഞെട്ടിപ്പോയി. പിന്നെ നോക്കിയപ്പോ നിങ്ങളെന്താ ഈ രാത്രി ഇവിടെ? നമ്മൾ ഇതിനെ പരിപാടിച്ച് പോവാണ്. എന്തെങ്കിലും ഇവിടെ? ഞാൻ പോസ്റ്റർ ഒട്ടിക്കാൻ ഇറങ്ങിയതാ. ഞാൻ ചോദിച്ചു, ഈ പ്രായത്തിൽ ഇപ്പോഴോ? ഈ 1:30? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഉണ്ട്. എന്നറിയോ മൗലവി? എന്റെ യൂണിറ്റ് ഞങ്ങൾ 5 പേരാ, 4 ജിന്ന. പക്ഷേ ഇമാര് പോസ്റ്റർ ഒട്ടിക്കൂല, നമ്മുടെ പരിപാടി നടത്തുന്ന വാശിയില്ല. അയാള് തന്റെ കൈങ്ങനെ കാണുക, ആ മൈദ ആ പുരണ്ട കൈങ്ങനെ കാണിച്ചിട്ട് മൗലവി ഇത് ഒരുപാട് പോസ്റ്റർ ഒട്ടിച്ച കയ്യാ, ഒരെന്നെ തോപ്പിക്കാൻ നോക്കണേ. ആ പ്രായം ചെന്ന മനുഷ്യൻ ഞാൻ ജീവിതത്തിൽ പലപ്പോഴും ഓർക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ എവിടെ ഇരിക്കും? ഏതുകൊണ്ട് അഭിനയം കാണാൻ ഒരുപാട് ശ്രമിച്ചു. എന്റെ ശബ്ദം എവിടെ എനിക്ക് കേൾക്കുകയാണെങ്കിൽ അത് എന്റെ ബുദ്ധി ഒന്ന് വരണം. എനിക്ക് കാണുന്നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ പോലും ഇല്ലാതിരുന്ന പലപ്പോഴും അല്ലേ? ചില ആളുകൾ പറഞ്ഞു ഫേസ്ബുക്ക് മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ്. ചെറിയ മക്കളെ, കാരണം ഒരു കോളേജിൽ പഠിക്കും, അപ്പടക്കെന്ന് വല്യപ്പടക്കെന്നൊക്കെ പൈസ വാങ്ങിയിട്ട് ഇവര് ഒരു മൊബൈലും വാങ്ങി. ഫേസ്ബുക്ക് ഒക്കെ ഞങ്ങളുടെ കയ്യിലാണ്. ചില ആൾക്കാർ വാട്സാപ്പ് ഒക്കെ ഞങ്ങളുടെ കയ്യിലാണ്. ഒരു സമയത്തൊക്കെ ഞാനൊക്കെ ഈ സാധനം തുറന്നാൽ അങ്ങോട്ട് നോക്കൂല, അതിന് നോക്കാൻ പറ്റില്ല. ആ കോലത്തിലായിരിക്കും ഉണ്ടാവുക. ഏറ് കണ്ടിട്ടാ നോക്കലത്തേക്ക് ആ ജാതി ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോ കുറെ തലതെരച്ച ആൾക്കാരൊക്കെ എവിടെ? ഫേസ്ബുക്കിൽ. ആര്? വല്യാപ്പൊക്കെ ഫേസ്ബുക്കിലായി. എന്താ ഇവിടെ വല്യാപ്പ? ഇവര് ചോദിക്കാൻ, വല്യാപ്പ എന്താ ഇവിടെ? ഇന്നലെ മോനെ നിങ്ങളെ ശരിയാക്കാൻ വന്നതാ. നിങ്ങളിപ്പോ കയറി നോക്ക്, നിങ്ങൾ ഫേസ്ബുക്കിൽ കളിച്ചു നോക്ക്. വല്യാപ്പാരായിരിക്കും അടിക്കങ്ങളെ, അല്ലേ? ശരിയല്ലേ? ഇവര് വിചാരിച്ചു ഇതൊന്നും ഈ പ്രായ മുടി നരച്ച ആൾക്കാർക്ക് ഒന്നും പറ്റൂല എന്നാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഇരിക്കണ്. നിങ്ങളെ കാണുമ്പോ, നിങ്ങളെ കോപ്പറേറ്റീവ് കാണുമ്പോൾ ഒരു ചിരിക്കുണ്ടാവും ഇങ്ങനെ. നേരെ മക്കളെ, ഇതൊക്കെ വല്യാപ്പ കഴിഞ്ഞു, ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ വല്യാപ്പയായത്. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സടകുടഞ്ഞെഴുന്നേറ്റില്ല കൂട്ടരെ.
സടകുടഞ്ഞ് എഴുന്നേറ്റില്ലേ? മുജാഹിദ് പ്രസ്ഥാനം എഴുന്നേറ്റ് വന്നില്ലേ? നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടരെ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ പോയി കണ്ടു. ഒരു സുഹൃത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കളെ കാണാറുണ്ട്. എന്ന് വെച്ചാൽ ജിന്നു വാദം അത് വിഴുങ്ങിയിട്ട് അതിന്റെ ആശാമാരായിരിക്കണ ചില ആൾക്കാരെ ഞാൻ പോയി കാണാറുണ്ട്. ഇപ്പൊ കാണുമ്പോൾ രസ. അങ്ങനെ പോയി ഒരു ദിവസം ഞാൻ ഒരു സുഹൃത്ത്, കേരളത്തിൽ അറിയപ്പെട്ട ഒരാളാണ്, ജിന്നുവാദി നേതാവാ. ഞാനിങ്ങനെ പോയി പല കാര്യങ്ങളും സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, റെക്കോർഡ് ഉണ്ടോന്ന്. ഞാൻ സുബ്ഹാനല്ലാഹ്, നീ പേടിക്കണ്ട, ഞാൻ റെക്കോർഡ് ചെയ്യണില്ല. പടച്ചോൻ അവരേൽപ്പിച്ച മലക്ക് റെക്കോർഡ് ചെയ്യണില്ലാതെ ഞാനൊരു സിസ്റ്റം ഇല്ല. ധൈര്യത്തെ പറഞ്ഞു. അയാൾ പറഞ്ഞു, മൗലവി ഒരു ഹക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഒരുപാട് പരിപാടികൾ നടത്തി, കണ്ടമാനം പരിപാടികൾ, മുഖാമുഖങ്ങൾ, സംവാദങ്ങൾ, അതുപോലെ തന്നെ പലതരം പരിപാടികൾ. പക്ഷേ ഇത്രയും പരിപാടികൾ നടത്തിയിട്ടും അള്ളാഹുവിന്റെ ബർക്കത്ത് എന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയണില്ല. ബർക്കത്ത് എന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയണില്ല. ഇത്രയും പരിപാടി, എത്ര പരിപാടി കൂട്ടി നിങ്ങൾ നടത്തിയത്? നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത കിട്ടുന്നുണ്ടോ? ഞാൻ ഈ ജിന്നുവാദി സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത കിട്ടുന്നുണ്ടോ? എത്ര പരിപാടികൾ, എത്ര മുഖാമുഖങ്ങള്. ചില ആളുകൾ എണ്ണ എടുത്തിട്ടാ, അതായത് പണ്ട് ഉമ്മുമ്മ മറ്റേ എണ്ണ എടുക്കണ പോലെ, എന്ത് 300, 301, 302, 303, 333 മുഖാമുഖം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ എണ്ണ എടുത്തല്ലോ. ഞങ്ങൾ എന്നൊന്നും എടുത്തിട്ടില്ല. എത്ര മുഖാമുഖം ഇപ്പൊ നടത്തി, എത്ര സുബാനതല്ല ഇത് എണ്ണ എടുക്കണ പോലെ ഈ 333 മുഖാമുഖം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ബർക്കത്തുണ്ടായി? എന്ത് ബർക്കത്തുണ്ടായി? നിങ്ങൾ ചിന്തിക്ക്, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ 330 അങ്ങനെ വരെ കണക്കൊന്നും നമുക്ക് അറിഞ്ഞൂടാ. വളരെ പരിമിതമായി, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വളരെ ചുരുക്ക മുഖാമുഖങ്ങൾ, സംവാദങ്ങൾ, ചർച്ചകൾ മുജാഹിദ് പ്രസ്ഥാനം നടത്തി. അതിന്റെ ബർക്കത്ത് കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനത്ത് നിങ്ങൾ നോക്കിക്കോ. ഞങ്ങൾ ഓരോ പരിപാടിക്കും ഞങ്ങൾ വിളിച്ച് മാപ്പ് പറയുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ മൗലവിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അതൊന്നും പ്രശ്നമല്ല. നമ്മളെ കുറിച്ച് പറഞ്ഞൊന്നും പ്രശ്നമില്ല. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമുള്ളൂ. നബിയെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമുള്ളൂ. അല്ല, നമ്മളെ കുറിച്ച് പറഞ്ഞ നമ്മളാരാ? അതിലൊന്നും നിങ്ങൾ ബേജാറാകണ്ട. അത് അഡ്വാൻസ് ആയി പൊരുത്തപ്പെട്ടു വന്നിരിക്കുന്നു. അതിലൊന്നും ബേജാറല്ല. പറഞ്ഞതിനും ഇനി പറയാനുള്ളതിലും അങ്ങനെ ഉണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതിനും പൊരുത്തപ്പെട്ടു വന്നിരിക്കുന്നു. അതൊന്നും ഇവിടെ ബേജാറില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറഞ്ഞതും അതിലെ പ്രയാസമുള്ളൂ. ഈ മഹത്തായ ആദർശ കൂട്ടായ്മക്കെതിരെ പറഞ്ഞതും അത് ഞങ്ങൾക്ക് വേദനയുണ്ട്, അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, അത് ഞങ്ങൾ പറയും. അല്ലാതെ ഒരു പ്രയാസമോ ഒരു വേദനയോ ഒരു ബേജാറോ ഞങ്ങൾക്കില്ല. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം സടകുടഞ്ഞെഴുന്നേറ്റു കേരളത്തിന്റെ മണ്ണിൽ. എന്നിട്ട് ഈ വാദഗതികൾക്കെതിരെ ശക്തമായി പോരാടി. ഇന്ന് ഞങ്ങൾ ചോദിക്കട്ടെ, എന്താ ചോദിക്കുന്നറിയോ? എന്തിനു വേണ്ടി ജിന്നുവാദം രൂപപ്പെട്ടോ, ഏതൊരു കാര്യത്തിന്മേൽ ജിന്നുവാദം രൂപപ്പെട്ടോ, ആ ജിന്നുവാദം എന്തിനു വേണ്ടി രൂപപ്പെട്ടോ അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടോ, അതിന്റെ ആശയങ്ങളെ തുറന്നു പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു ജിന്നുവാദി നേതാവ് ഇന്ന് കേരളത്തിന്റെ മണ്ണിലോ വിദേശത്തോ ജീവിച്ചിരിപ്പുണ്ടോ? ഒറ്റ ചോദ്യ. ഇത് നിങ്ങളോട് മാത്രമേ ഞങ്ങൾ ചോദിക്കണല്ല, ജമാഅത്തുകാരോട് ഞങ്ങൾ ചോദിക്കുകയാണ്. മൗദൂദി സാഹിബ് പത്താംകോട്ടിൽ നിന്ന് മൗദൂദിസം എന്ന ആശയം രൂപീകരിച്ച് അത് ലോകവ്യാപകമായി പ്രസരിപ്പിച്ച് അതിന്റെ ഫലമായിട്ട് അറേബ്യൻ രാജ്യങ്ങളിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്നും അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ജമാഅത്തെ ഇസ്ലാമി എന്നുമൊക്കെ ഉള്ള സംഘടനകളായി രൂപപ്പെട്ട് അതിന്റെ ഘടകമായി കൊണ്ട് വിഭജനാനന്തരം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന കാശ്മീർ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ മുഴുവനും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ മൗദൂദി സാഹിബ് രൂപീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശങ്ങൾ ഇന്ന് തുറന്നു പറയാൻ ബഹുമാനായ ആരിഫ് അലി സാഹിബിന് ധൈര്യമുണ്ടോ? ഞങ്ങളുടെ ചോദ്യം വളരെ സിമ്പിളാണ്. ജമാഅത്തെ ഇസ്ലാമി എന്തിനു വേണ്ടി ഉണ്ടാക്കിയോ ആ തത്വങ്ങൾ ഇന്ന് തുറന്നു പറയാൻ ആരിഫ് അലി സാഹിബിന് ധൈര്യമുണ്ടോ? വേണ്ട. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിപ്പോയ മടവൂര് സഹോദരങ്ങൾക്ക് അവരെന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടോ അവരന്ന് മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ തുറന്നു പറയാൻ ധൈര്യമുണ്ടോ? എന്തിനാ മടവൂരുണ്ടായത്? ചിന്തിച്ചു നോക്കുക. മടവൂരുണ്ടായി ഭയങ്കര രസാ, വളരെ ഭയങ്കരമായിട്ട് വന്നതാ കേരളത്തിന്. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, എറണാകുളം പുല്ലേപ്പടിയിൽ ഒരു വലിയ ക്ലാസ്, അന്ന് ക്ലാസ് എടുക്കണ അസർ അലി ഭയങ്കര ബുദ്ധിജീവിയാ ക്ലാസ് എടുക്കുന്നത്. എന്താ വിഷയം അറിയാം? അന്ന് പിളർന്നിട്ടില്ല, പോയിട്ടില്ല, ഇത് രണ്ടായിട്ടില്ല, അന്ന് എല്ലാവരും ഒന്നിച്ചാ. അന്ന് ക്ലാസ് എന്താണെന്നറിയോ? ക്ലാസ് എന്താണെന്ന് വെച്ചാൽ ബ്രിഡ്ജ് മേക്കിംഗ്, പാലം കെട്ടൽ. എന്താണ് വിഷയം? പാലം കെട്ടൽ എന്ന് വെച്ചാൽ നമ്മള് മുജാഹിദ് പ്രസ്ഥാനം ഉമർവലുടെയൊക്കെ ശൈലി അറിയാമല്ലോ.
ഉമർ മൗലവിയൊക്കെ വളരെ ശക്തമായ, ഇതിനേക്കാൾ മുമ്പ് വെട്ടത്തിന്റെ പ്രസംഗം ഞാൻ ഒന്നേ കേട്ടിട്ടുള്ളൂ. ഒരു പ്രാവശ്യം കോഴിക്കോട് സാൽവേഷനിൽ അവിടെ ഒന്ന് റെക്കോർഡിംഗ് ഒരു സിസ്റ്റത്തിൽ ഒരാള് ഒരു പ്രസംഗം കേൾപ്പിച്ചരാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് ചെവിയിൽ വെച്ച് വന്നൊരു റെക്കോർഡ്, പഴയ കാലത്ത് ആ റെക്കോർഡിലെ കേൾക്കണ് ഭയങ്കര ആ ഫിലിമൊക്കെ ആയിട്ട് കറക്കി കൊടുക്കണം. ആ ജാതി ഒരു സാധനത്തിലെ കേൾപ്പിച്ചപ്പോ ഞാൻ കേട്ട ഭാഗം എന്നറിയോ? എടാ ബദരീങ്ങളെ വിളിക്കുന്നതിനേക്കാൾ എന്റെ വാപ്പാനെ വിളിയടാ. വെട്ടത്തിന്റെ പ്രസംഗ അതേ കേൾക്കണ്, എന്റെ വാപ്പാനെ വിളിയടാ. എണ്ടാ മൂപ്പരത് ബയാൻ ചെയ്യണം. ആദ്യം ഇതാ പറയണേ, ബദരീങ്ങളെല്ലടാ വിളിക്കണ, എന്റെ ബാപ്പാനെ വിളിയടാ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണത്. എന്ന് വെച്ചാല് ബദരീങ്ങൾ എന്നെ കണ്ടിട്ടുകൂടില്ല. എന്റെ ബാപ്പയാകട്ടെ എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ, ബാപ്പ ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ എന്നോട്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്ത ആളല്ലേ ബാപ്പ. പക്ഷെ ബാപ്പ മരിച്ചിട്ട് വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതാണ് ചോദ്യം, വെട്ടത്തിന്റെ ചോദ്യം അല്ലെ. പണ്ട് ഇടവണ്ണ ഭാഗത്ത് പ്രസംഗിക്കാൻ വന്നൊരു സംഭവം ഉണ്ട്. അപ്പൊ അദ്ദേഹം എവിടെയോ ഓടിയിട്ട് അദ്ദേഹത്തിന്റെ കാല് മുറിഞ്ഞിട്ടുണ്ട്. അന്ന് പ്രശ്നമുണ്ടായി, പ്രശ്നമുണ്ടായി കഴിഞ്ഞ് അന്ന് ചാലിയാറ് കുളിക്കാറങ്ങില്ല, വൈകുന്നേരം പോയിട്ട് കേട്ടോ. അപ്പൊ മീൻ വന്നിട്ട് ഇങ്ങനെ കൊത്തി കാലി മുറിവിലിട്ട്. അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ആളുകള് ലാലിമീനാണ്, ഇവിടുത്തെ മീനും ലാലിമീനാണ്, രണ്ടും ലാലിമീനാണ്. എന്ന് വെട്ടം പറഞ്ഞു. ആ രൂപത്തിൽ സംസാരിച്ച ആളാണ് ഇവിടെ മുജാഹിദ് പണ്ഡിതന്മാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ ഉമർ മൗലവി വളരെ ശക്തമായി അടരാടി. അദ്ദേഹത്തിന്റെ ശൈലി അത് ശരിയല്ല, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ പല പ്രശ്നങ്ങളുണ്ട്. ചെറിയ അടവ് നയം സ്വീകരിക്കണം ഒരാളെ കിട്ടിയാൽ. അങ്ങനെ ആദ്യം പഞ്ചസാര വിസ്റ്റം ചിഹ്നില്ലേ എത്ര അതുപോലെ തന്നെ 450 പിന്നെ റമദാൻ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കണക്കെടുക്കുക. അതിന്റെ മുകളിലൊക്കെ വിസ്റ്റം. താനൊരു പ്രദേശത്തൊക്കെ പോയിട്ട് അവിടെ ചില തീരപ്രദേശങ്ങളിൽ ചെറിയ കക്കൂസില്ല, ഒരു കക്കൂസിന്റെ ക്ലോസറ്റ് വായിക്കും, അതിന്റെ അകത്ത് അടിച്ചു വെച്ചത് വിസ്റ്റം. നിങ്ങൾ അടിച്ചു നോക്കുക, കക്കൂസിന്റെ ക്ലോസറ്റിലെ ഒരു വിസ്റ്റം അടിച്ചു വെച്ചു. എന്ത് ഗതികളെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതുവരെ ഇവര് ചെയ്തു. അപ്പൊ ഇതുപോലെ ഇവര് പണ്ടുണ്ടാക്കിയത്. പക്ഷെ അതുകൊണ്ട് അന്നേ മുജാഹിദ് പ്രസ്ഥാനം പറയാണ്, ഇത് പണ്ട് മിഷണറിമാർ നടത്തിയതാണ്. ദക്കരിയ പോലെ പറഞ്ഞു അവസാനം, വിസ്റ്റം എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അത് മിഷണറി മധ്യകാല ക്രിസ്ത്യാനികളെ പോലെ ആയി. നമ്മൾ കേട്ടില്ലേ ദക്കരിയ സലയുടെ പ്രസംഗം അല്ലേ? കാരണം മധ്യകാല ക്രിസ്ത്യാനി ഇതാ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടായോ? ഇല്ലല്ലോ, കാര്യം ഉണ്ടായില്ലല്ലോ. സായിപ്പ് കൊണ്ടുവന്നു വരി അന്ത് അരി പഞ്ചസാര. എന്നിട്ട് പാവപ്പെട്ട അന്ന് മുസ്ലിം കുടുംബങ്ങളിൽ കഞ്ഞിക്ക് വകയില്ല. ഇപ്പോഴാ ഗൾഫ് ഫോണൊക്കെ വന്നത്. നമ്മളെ നാട്ടിൽ നിന്ന് ആളുകൾ ഗൾഫിലൊക്കെ പോകുന്നത് ഇപ്പോഴാ. പക്ഷെ പണ്ട് ഗൾഫുണ്ടായിരുന്നില്ല. ഗൾഫുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ പോകാറില്ല, വരുമാനം ഉണ്ടായിരുന്നില്ല. നല്ല കോഴിമുട്ട വിറ്റിട്ട് പൂളക്കിഴങ്ങ് വാങ്ങിത്തരുന്ന കാലമാണ്. കൊടുക്കണ കോഴിമുട്ട കാര്യം വെച്ചാൽ ഒരാൾക്കാക്കത്തില്ലോ, മറ്റേ കുടുംബത്തിന് മുഴുവൻ തിന്ന. അങ്ങനെ നല്ല കോഴിമുട്ട കൊടുത്തിട്ട് ഈ കപ്പ പുഴുങ്ങിട്ട് ജീവിച്ച് ഇരുന്ന കാലഘട്ടത്തിൽ ചക്കര കൊണ്ട് ചായ കലക്കി കുടിച്ചിരുന്ന, ചക്കര ചായ കുടിച്ച കാലഘട്ടം. ചക്കര ചായ എന്നൊക്കെ പറഞ്ഞ ഒരു തലമുറക്ക് തന്നെ ചിലപ്പോൾ അറിയാതെ പോയിട്ടുണ്ടാവും. ആ ചക്കര ചായ കുടിച്ചിരുന്ന കാലഘട്ടം, അവല് നനച്ച് അത് കഴിച്ചിരുന്ന കാലഘട്ടം അല്ലേ? ഈ രൂപത്തിൽ അടുപ്പിൽ ദാരിദ്ര്യം കയറിയ കാലഘട്ടത്തിൽ ആ സായിപ്പ് അരി പഞ്ചസാര ഗോതമ്പ് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് വല്ലുമ പോയിട്ട് അരിയും വാങ്ങി, പഞ്ചസാരയും വാങ്ങി, പയറും വാങ്ങി, എല്ലാം വാങ്ങി. സായിപ്പിന്റെ ഉപദേശം കിട്ടും. എന്നിട്ട് മടങ്ങി വന്നിട്ട് വല്യമ്മ പറഞ്ഞത്ര എന്ത് പടച്ചോനെ എത്ര നല്ല മനുഷ്യരാ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാഫറായി പോയില്ലേ എന്ന് ചോദിച്ചു. വല്ലുമ്മക്കറിയാം അരിയേക്കാളും വരുന്ന പഞ്ചസാരയെക്കാളും വരുന്ന ഹിദായത്ത്. അത് വല്ലുമ്മക്കറിയാം. ഇതുപോലെ ഇവര് കിറ്റ് കൊടുത്ത് വിസ്റ്റം അടിച്ചും കൊടുത്തു കഴിഞ്ഞപ്പോ അരി വന്നിട്ടുണ്ടല്ലേ, ഇതെന്താ വിസ്റ്റോ? അത് പുതിയ സാധനം. അതെന്താ? അതിപ്പോ ഈ ജിന്നിന്റെ വിഷയത്തിൽ ഉണ്ടായ സംഗതി. ഓ സുബ്ഹാനല്ലാഹ്, പറഞ്ഞിട്ട് കാര്യമില്ല, സംഗതി നല്ല താടിയൊക്കെ ഉണ്ട്, പിന്നായി പോയില്ലേ. ഒറ്റ ചോദ്യത്തിന് തീർന്നില്ല കൂട്ടരെ. ആ പേര് മായ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ഇവർ ചെയ്തെന്ന് പറയും. എന്തും ചെയ്യും, ഒരുപാട് പദ്ധതികളൊക്കെ ഇവർ ഇട്ടുകൊണ്ടുവന്നു. പക്ഷേ ഇതൊക്കെ ഈ ജിന്നെന്ന പേരൊന്ന് മാറിക്കിട്ടണം എന്ന് അവർ ആഗ്രഹിച്ചുള്ളൂ അല്ലെ? അതിന് ഇംഗ്ലീഷിൽ ഇട്ടോക്കി, ഉറുദുവിൽ ഇട്ടോക്കി, മനസ്സിലാക്കണം. അവസാനം ഇപ്പൊ ഈ കുത്തുബിയത്തിന്റെ തുടക്കത്തിലൊക്കെ കാണുന്നു ചില ജിന്നിന്റെ പേര്, കഷ്കഷ ലഹൂസ്
അഹ്മർ വതംറയാൻ വതക്തസ്ഹുസ് ഇതൊക്കെയാണ് ചില ജിന്നിന്റെ പേരാ. ഇതൊക്കെ ഈ ജാതി ലോകത്ത് മനുഷ്യന്മാർക്ക് പറയാൻ പറ്റാത്ത, അതുപോലെ ആളുകൾ നാവിന് വഴങ്ങാത്ത കസ്കസ്ലൂസ് അതൊക്കെ പേരിട്ട് നോക്കി. പക്ഷേ എല്ലാരും പറഞ്ഞു എന്ത് വിസ്റ്റം. അതെന്താ ആ ജിന്ന്? അതന്നെ ജിന്നുകൾ പുതിയ പേരിട്ടിറങ്ങിയ വിസ്റ്റം. ഓ വിസ്റ്റം ജിന്ന്. എന്ത് പേരിട്ടാലും ആളുകൾ അത് ജിന്നിനെ കൂട്ടിയല്ലേ പറഞ്ഞുള്ളൂ കൂട്ടരെ. ഇതിലും വലിയ അപമാനം അള്ളാഹു ദുനിയാവിൽ നിങ്ങൾക്ക് തരാനുണ്ടോ? ദുനിയാവിൽ നിങ്ങൾക്ക് അള്ളാഹു ഇതിനേക്കാൾ വലിയ ശിക്ഷ തരാനല്ലേ കൂട്ടരെ? ഇതിനേക്കാളും വലുതില്ല. ഇപ്പൊ അവർ സ്വയം പറയാൻ തുടങ്ങി. ഞാൻ ഇപ്പോ എന്റെ ഒരു സഹോദരി കല്യാണം ബേജാറാകണ്ട, ഒരാളോട് നമുക്ക് ദേഷ്യമില്ലല്ലോ. ഞാൻ എന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കല്യാണം ഉണ്ടോ, ഇത് നേരത്തെ വരണം. വേള പറയാണ് എല്ലുണ്ടാവുമെന്ന്. എല്ലുണ്ടാവുമെന്ന് എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമാണ്, വാജിബാണെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് 2 കിലോ ആക്കി അവിടെ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് നിർബന്ധമാണ്. വാദം ഏത് വാദം അല്ല? ജിന്നിനോട് ആ സഹായം തേടുന്ന വിഷയത്തിലല്ലോ. പണ്ടൊരാൾ കോടതി പോയതുപോലെ, കോടതി പോയ വക്കീൽ പറഞ്ഞു കൊടുത്തു, ഇയാളൊരു കൊല നടന്നതിന് അതിന് സാക്ഷിയായി, കൊലപാതകത്തിന് സാക്ഷിയാണ്. അപ്പൊ ഇയാളോട് പറഞ്ഞു, വക്കീൽ പറഞ്ഞു, എന്ത് ചോദിച്ചാലും പറയണം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്ന്, വേറെ ഒന്നും പറയുന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. ഇയാൾ നേരെ കോർട്ടിൽ പോയപ്പോ വക്കീൽ വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ പ്രശ്നം? എനിക്കറിഞ്ഞൂടാ. എന്തറിഞ്ഞൂടാ? അല്ല മറ്റേ അയാളെ കൊന്നതില്ലേ, അതെനിക്കറിഞ്ഞൂടാ. ആരെ കൊന്നത്? അല്ല ആ ജംഗ്ഷനിലെ
അവിടെ വെച്ചിട്ട് മറ്റാള് കുത്തിയില്ലേ എനിക്കറിഞ്ഞൂടാ. അല്ല എപ്പോ അത് ഇന്ന തീയതിക്ക് ഇന്നടുത്ത് ഞാൻ അവിടെ നിൽക്കുമ്പോഴേ ഇന്നാൾ വന്ന് ഇന്നാൾ കുത്തിയില്ലേ അതെനിക്കറിഞ്ഞൂടാ. ഇതുപോലെ എന്ത് ചോദിച്ചാലും മൂപ്പർക്ക് അറിഞ്ഞൂടാ എന്നുള്ള മൂപ്പരെ അടുത്ത് ഫിറ്റ് ചെയ്തു. ഇതുപോലെ ഞങ്ങൾക്ക് ആ വാദമില്ല. ഏത് വാദം? അല്ല വിജന പ്രദേശത്തെ ജിന്ന് വിളിക്കണ ഞങ്ങൾക്ക് ആ വാദമില്ല. എന്താ വിഷയം? അല്ല വിജനപ്രദേശത്ത് വെച്ച് ജിന്നെ വിളിച്ചാല് അത് ശിർക്കാവില്ല എന്നുള്ള വിഷയമുണ്ടല്ലോ. ഞങ്ങൾക്ക് വാദമില്ല. ശിർക്കാണെന്നാണ് ശിർക്കാണെന്ന വാദമില്ലാത്തത്. അല്ല ശിർക്കാണെന്ന് വാദമില്ല, ശിർക്കാണെന്ന് വാദമില്ല. അപ്പൊ എന്താ ശിർക്കല്ലാത്ത വാദം? മനസ്സിലായോ? അപ്പൊ ഞങ്ങൾക്ക് വാദമില്ല, വാദമില്ല എന്ന് പറഞ്ഞ് അവസാനം ആകെ കുടുങ്ങി. ഇപ്പൊ വാദം തന്നെ ഇല്ല, വെള്ളവാദമായി മൊത്തത്തിൽ. എന്തിനാണ് ഈ വലാ മുസീബത്തൊക്കെ വരച്ചു വെക്കാൻ പോയത്? നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വേറൊന്നും മനസ്സിലാക്കണം. അത് വേറെ ഒരുപാട് വലിയ ചിന്തയുടെയോ വലിയ ചർച്ചയുടെയോ ചർവിത ചർവണത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് സ്നേഹത്തോടെ സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹു നമുക്ക് വളരെ കുറച്ച് സമയം തന്നിട്ടുള്ളൂ. ഒരുപാട് സമയമൊന്നുമില്ല. നമ്മളൊന്നും ജീവിച്ചത്രയും ജീവിക്കൂല, ഉറപ്പിച്ചോ. ഇത്രയൊക്കെ ജീവിച്ചത്രയൊക്കെ ഞാനും നിങ്ങളൊക്കെ ഇത്ര ജീവിച്ചു പോകും എന്ന് ഉറപ്പിക്കാൻ ഒരു വകുപ്പില്ല നമുക്ക്, ഒന്നുമില്ല. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സമയം വളരെ പരിമിതമാണ്. ആ പരിമിതമായ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അധ്വാനിക്കേണ്ടവരാ നമ്മള്, ജിഹാദ് ചെയ്യേണ്ടവരാ നമ്മള്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കേണ്ടവരാ ഞാനും നിങ്ങളും. ഒരു സമയവും നമുക്ക് ബാക്കി വെക്കാനില്ല, ഒരു സമയവും നമുക്ക് നീക്കി വെക്കാനില്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സമയത്തെ അവന്റെ മാർഗത്തിൽ മാറ്റിവെക്കാനുള്ളവരാണ്, അവന്റെ മാർഗത്തിൽ നീക്കി വെക്കാനുള്ളവരാണ്, ആ റബ്ബിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ളതാണ്, ആ റബ്ബിന്റെ മാർഗത്തിൽ നീക്കി വെച്ചുകൊണ്ട് ജീവിക്കാനുള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ബോധമുണ്ടാകണം. എന്താണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിൽ എനിക്ക് തന്ന സമയം എന്നിൽ നിന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ സെക്കൻഡുകളും കഴിയും തോറും ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയായി കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസങ്ങളും കഴിയും തോറും യബീതു വയുളഹി കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ് ദുനിയാ ഖരീബൻ ഇലൽ ഖബ്രി. ഈ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയെങ്കിൽ ആ ഒരു ദിവസം എന്റെ ഖബറിലേക്ക് ഞാൻ അടുത്തു പോയിട്ടുണ്ട്. ഈ ഒരു മണിക്കൂർ എന്റെ ജീവിതത്തിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മണിക്കൂർ ഞാനിതാ എന്റെ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ ലോകത്തുനിന്ന് യാത്രയായി കൊണ്ടിരിക്കുന്നവനാണ്. ഞാൻ ഓരോ ദിവസവും കഴിയും തോറും എന്റെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവനാണ്. മരണം എന്റെ മുന്നിൽ തന്നെയുണ്ടല്ല, എന്റെ അടുത്തു തന്നെയുണ്ട്, എന്റെ സമീപത്തു തന്നെയുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടിയല്ലോ, അദ്ദേഹം പനി ബാധിച്ച് വിറച്ച് കിടക്കുമ്പോ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കടന്നു ചെന്നിട്ട് എന്താണ് വിശേഷം, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞ മറുപടി എന്താണ്? കുല്ലും സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅ്ലിഹി. എല്ലാവരും തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കുകയാണല്ലോ. എന്നാൽ അവരുണ്ടോ അറിയുന്നു, വൽ മൗതു അദിനാ മിൻ ശിറാകി നഅ്ലിഹി. മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അവന്റെ അടുത്തുണ്ട്. മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അവന്റെ അടുത്തുണ്ടെന്ന വിവരം അവരുണ്ടോ അറിയുന്നു? അറിയുന്നില്ലല്ലോ. നമ്മൾ പക വീട്ടുകയാണ്, ദേഷ്യം തീർക്കുകയാണ്, ഗ്രൂപ്പ് കളിക്കുകയാണ്. അവസാനം ഒരിക്കലും നമുക്ക് വിട്ടുമാറാത്ത നെടുംഖേദത്തിലേക്ക് നാം വീണു പോവുകയാണ്. ഇസ്ലാമിക സമൂഹത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ സുഹൃത്തുക്കളെ ഈ രൂപത്തിലുള്ള ചിന്തകൾ കൊണ്ടുണ്ടായിട്ടുണ്ട്. ഒരുപാട് നഷ്ടം മുസ്ലിം ഉമ്മത്തിനുണ്ടായിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ ഓ മുസ്ലിമേ, നമ്മൾ മടങ്ങി തിരിഞ്ഞു നോക്കണം. അതേ ലോകത്ത് കഴിഞ്ഞു പോയ നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിലേക്ക് ഗ്രൂപ്പിസം അവർക്കിടയിലേക്ക് കടന്നു വന്നപ്പോ, പിഴച്ച വാദങ്ങൾ അവർക്കിടയിലേക്ക് കടന്നു വന്നപ്പോ എന്തെല്ലാമാണ് മുസ്ലിം ഉമ്മത്തിന് നഷ്ടമായത്.
എന്തെല്ലാം നഷ്ടമാണ് മുസ്ലിം ഉമ്മത്ത് സഹിക്കേണ്ടി വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി പോലും നഷ്ടപ്പെട്ടത് പ്രിയമുള്ളവരെ ഗ്രൂപ്പിസം കൊണ്ടായിരുന്നില്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ ചരിത്രം? മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തോളത്ത് വെച്ച് നടന്ന മകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തോളത്ത് കൊണ്ട് നടന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തോളത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഹിബ്ബുഹു ഫഅഹിബ്ബ. അല്ലാഹുവേ, എന്റെ പേരക്കുട്ടികളെ എനിക്ക് ഇഷ്ടമാണ് അല്ലാഹ്, അതുകൊണ്ട് തന്നെ നീയും അവരെ ഇഷ്ടപ്പെടണമേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ തോളത്തിരുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച ഹുസൈൻ റളിയല്ലാഹു അൻഹു അവസാനം കർബലയിൽ പെട്ടുപോകുമ്പോ ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വളഞ്ഞതാരാണ്? മുസ്ലിമീങ്ങൾ തന്നെയായിരുന്നു. മുസ്ലിമീങ്ങൾ തന്നെയായിരുന്നു. അബൂ ഉബൈദയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇതാ വളയുകയാണ്. ആരെ വളയുന്നു? മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വളഞ്ഞു എന്ന് മാത്രമല്ല, ദിവസങ്ങളോളം അദ്ദേഹത്തെ പട്ടിണി കിട്ടുമെന്ന് മാത്രമല്ല, ഒരിറ്റ് വെള്ളം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ വിഷമിപ്പിച്ചു എന്ന് മാത്രമല്ല, അവസാനം ദാഹപരവശനായിട്ട് യൂഫ്രട്ടീസിന്റെ ഭാഗത്തേക്ക് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞു നീങ്ങിയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ കർബലയിൽ വിഷന്ന് അവശനായി ഒരിറ്റ് വെള്ളം പോലും ലഭിക്കാതെ യൂഫ്രട്ടീസിന്റെ ഭാഗത്തേക്ക് ഇഴഞ്ഞിഴഞ്ഞു പോയ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദയനീയമായ അവസ്ഥയിൽ ആരും തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൈവെക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഒരു വേള ചോദിച്ചു പോയി. അയാൾ എന്താ ചോദിച്ചത്? എന്തേ ഉബൈദുള്ള ചോദിക്കുകയാണ്, എന്തേ ഹുസൈനെ ആരും കൈവെക്കാത്തത്? എന്തേ ഹുസൈനെ ആരും ദ്രോഹിക്കാത്തത്? ഉബൈദുള്ള ചോദിക്കുമ്പോ ഒരുത്തെന്താ കടന്നു വന്നുകൊണ്ട് തന്റെ കുതിരയുടെ കുളമ്പുയർത്തിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്ക് ചവിട്ടിക്കുന്നു. മൃതപ്രാണനായി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി, മൃതപ്രാണനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവസാനം ദാഹിച്ച് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ കർബലയിലെ മണ്ണെടുത്ത് കപ്പിയിട്ട് യൂഫ്രട്ടീസിന്റെ ഭാഗത്തേക്ക് കൈകൊണ്ടിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങും അവിടേക്ക് വരുന്നു ഇബ്നു തമീം എന്ന് പറയുന്ന ഒരുത്തൻ. ആ ഇബ്നു തമീം വന്നുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പെടുത്ത് അണ്ണാക്കിലേക്ക്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അണ്ണാക്കിലേക്ക് ആ അമ്പ് ചൂണ്ടിയിട്ട് ഒരൊറ്റ എഴുത്തങ്ങ് എഴുതുമ്പോ ആ അമ്പ് വന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തൊള്ളയിലേക്ക് അങ്ങ് തറച്ചു പോകുമ്പോ അവിടെ കമഴ്ന്നു കിടന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു വായിലേക്ക് തറച്ചു പോയ അമ്പ് വലിച്ചൂരിയെടുക്കുമ്പോ ആ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് നിർഗളിക്കുമ്പോ രണ്ട് കരങ്ങളിലും ആ രക്തം ഇങ്ങനെ എടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ആ കർബലയിൽ കമഴ്ന്നു കിടന്നുകൊണ്ട് ദുആ ചെയ്തു പോയി. അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക മാ യുസ്നഉ ബിബ്നി ബിന്തി നബിയിക. അല്ലാഹുവേ, നിന്റെ പ്രവാചകന്റെ മകളുടെ മകനോട്, നിന്റെ പ്രവാചകന്റെ മകളുടെ മകനോട് ഈ ദ്രോഹം ചെയ്തവനാരാണെങ്കിലും അവന്റെ പേരെനിക്കറിയില്ല അല്ലാ, അവൻ ആരെന്നെനിക്കറിയില്ല അല്ലാ, അവനെ നീ വിടല്ല അല്ലാ, അവന്റെ കാര്യത്തിൽ ഞാൻ നിന്നോട് ശികായത്ത് ബോധിപ്പിക്കുന്നു അല്ലാ. അല്ലാഹുമ്മ അഹ്സിഹിം അദദാ വഖതുൽഹും ബിദദാ വലാ തുബ്ഖി മിൻഹും അഹദാ. അല്ലാഹുവേ, അവരെ നീ കണക്കാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ കാര്യം നീ കണക്കാക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് കമഴ്ന്നു കിടക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ഒരുത്തൻ വാളുമായി വന്നിട്ട് അദ്ദേഹത്തിന്റെ തലയറുത്തെടുത്തു. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ തലയറുത്തെടുത്തിട്ട് അതൊരു താളത്തിൽ വെച്ച് കൊണ്ടുപോയി ഉബൈദുള്ളയുടെ മുന്നിൽ കൊണ്ടുപോയ ചരിത്രമുണ്ട് എങ്കിൽ മന്ന സഹോദരങ്ങളെ, ആ ദ്രോഹം ചെയ്തത് അക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഗ്രൂപ്പിസത്തിന്റെ ആളുകളായിരുന്നുവെങ്കിൽ, അവരെല്ലാവരും മുസ്ലിമീങ്ങളായി അറിയപ്പെട്ടവരായിരുന്നുവെങ്കിൽ, കൂട്ടരെ ലോകത്ത് ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോ പലരുടെയും തലയെറുത്തിട്ടുണ്ട്, പല ആളുകളെയും തൗഹീദിന്റെ പേരിൽ കുത്തിയിട്ടുണ്ട്, അവരുടെ അണ്ണാക്കിലെ കമ്പയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വിശ്വാസികൾ റബ്ബിനോട് ദുആ ചെയ്തിട്ടുമുണ്ടാകും. അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക മാ യുസ്നഉ ബിബ്നി ബിന്തി നബിയിക എന്ന് ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചതുപോലെ, പടച്ചവനെ, ഈ മഹാപ്രസ്ഥാനത്തിന്റെ നേരെ അമ്പെയ്തവൻ
ആരാണെങ്കിലും നീ അവരെ കണ്ടിട്ടുണ്ടല്ലോ അല്ലാ. അവർ രഹസ്യമായി നടത്തിയ പ്ലാനുകൾ നീ അറിയുമല്ലോ അല്ലാ. അവരെ നീ കണക്കാക്കണേ അല്ലാ എന്ന് മുവഹിദുകളായ ആളുകൾ നെഞ്ചുപൊട്ടി പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ രാജാതിരാജനായ പടച്ച റബ്ബ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുത്തതുപോലെ മറുപടി കൊടുക്കാൻ എന്നും കഴിവുള്ളവനാണെന്ന ബോധം നമ്മുടെ കൽബിലുണ്ടാകണം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന പടച്ചവൻ സ്വീകരിച്ചപ്പോ ഇബ്നു തമീം എന്ന മനുഷ്യൻ മരിക്കുന്ന വേളയെ സംബന്ധിച്ച് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. എന്താണ് രേഖപ്പെടുത്തപ്പെട്ടത്? ഇബ്നു തമീം മരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്നു തമീമിന് ഒരു പ്രത്യേകതരം രോഗം കൊടുത്തു. അവന്റെ നെഞ്ചിന്റെ ഭാഗത്ത് ശക്തമായ ചൂടും മുതുകിന്റെ ഭാഗത്ത് ശക്തമായ തണുപ്പും കൊടുത്തു. അതുകൊണ്ട് തന്നെ എത്ര വെള്ളം കുടിച്ചാലും ആ മനുഷ്യന് ദാഹം തീരുമായിരുന്ന ആ കുടലിൽ വെള്ളം കൊണ്ടുവന്ന് വായിലേക്ക് ഒഴിച്ച് ആ മനുഷ്യൻ ദാഹം ശമിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പേ പിടിച്ചവൻ വിറച്ചു മരിക്കുന്നത് പോലെ ഇബ്നു തമീം പേ പിടിച്ചു മരിച്ചു എന്നത് ചരിത്രമാണെങ്കിൽ കൂട്ടരെ, ചരിത്രം കേവലം വായിച്ചു പോകാനുള്ളതല്ല, നേരെ മറിച്ച് പാഠം ഉൾക്കൊള്ളാനുള്ളതാണെന്ന ബോധമുണ്ടാകണം. എപി മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആ മഹാനുഭാവൻ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. എപിയെ തെറി പറഞ്ഞവൻ ഇവിടെയുണ്ട്, സംശയമില്ല. അവനെന്നും ബാക്കി നിൽപ്പുണ്ട്. എപി അല്ലാഹുവിന്റെ ആ വിധിക്കുത്തരം നൽകി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അഹ്മദ് അലി മദനി, എനിക്കറിയാം, എന്റെ ബാപ്പ മരിച്ചെന്ന് എന്നെ അഹ്മദ് അലി മദനി വിളിച്ചിട്ടുണ്ട്. ബാപ്പയുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ ആ പാതിരാത്രിയിൽ അഹ്മദ് അലി മദനി എന്നെ വിളിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, മോനെ നാളെ നിനക്ക് എവിടെയാണ് പരിപാടി എന്നറിയുമോ? ഞാൻ പറഞ്ഞു, അഹ്മദ് അലി മദനി എന്റെ ബാപ്പ മരിച്ചിട്ട് ഖബറടക്കം കഴിഞ്ഞ് ഞാൻ വരികയാണ്. അഹ്മദ് അലി മദനി പറഞ്ഞു, ഞാൻ അറിഞ്ഞു, നിന്റെ ബാപ്പക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. മോനെ, ഞാൻ നിന്നോട് ചോദിച്ചത് നാളെ എവിടെയാണ് പരിപാടി എന്നറിയുമോ? ഞാൻ പറഞ്ഞു, അറിയാ മൗലവി, നിങ്ങൾ ഏൽപ്പിച്ച പരിപാടിയാണ്, തിരൂരങ്ങാടിയാണെന്ന് പറയുമ്പോ എങ്കിൽ നാളെ കൃത്യസമയത്ത് തന്നെ പരിപാടി തുടങ്ങും മോനെ, നേരത്തെ നീ ഇവിടേക്ക് വരണമെന്ന് അഹ്മദ് അലി മദനി വിളിച്ച് പറയുമ്പോ പിറ്റേന്ന് വാഹനമെടുത്ത് ഞാൻ വരുമ്പോ ആ കക്കാട് ടൗണിൽ കാത്തുനിന്ന അഹ്മദ് അലി മദനിയെ ഞാൻ മറന്നിട്ടില്ല. കാത്തുനിന്നു. അദ്ദേഹം വാഹനത്തിൽ കയറി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിലേക്ക് മടങ്ങിയ നിന്റെ ഉപ്പക്ക് വേണ്ടിയാകട്ടെ ഇന്നത്തെ പ്രസംഗമെന്ന് എന്നോട് പറയുമ്പോ ആ ആവേശത്തോടെ തിരുരങ്ങാടിയുടെ മണ്ണിൽ ഞാൻ ജിന്നുവാദികൾക്ക് മറുപടി പറഞ്ഞു നടത്തിയ പ്രസംഗം ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. മാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആ അഹ്മദ് അലി മദനിയെ എത്രമാത്രം ചീത്ത വിളിച്ചു, ആ വന്ധ്യവയോധികനെ എത്രമാത്രം തെറി പറഞ്ഞു.
നിങ്ങൾ ഈ വാദം ഉന്നയിച്ചു? ആർക്ക് വേണ്ടി നിങ്ങൾ ഈ വാദം വാദിക്കുന്നു? അവസാനം ഈ ലോകത്ത് നിന്ന് പിടഞ്ഞു വീണ് മരിച്ചിട്ട് പടച്ചവന്റെ മുന്നിൽ പോയിട്ട് റബ്ബിന്റെ വിചാരണക്ക് മുന്നിൽ നിൽക്കുമ്പോ എന്താ നിങ്ങൾ പറയാൻ പോകുന്ന മറുപടി? എന്തിനാ നിങ്ങൾ വാദിച്ചത്? എന്തിനാ നിങ്ങൾ ജീവിച്ചത്? പടച്ചോനെ, വിജനപ്രദേശത്തെത്തിയാൽ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാണെന്ന് പറയുന്ന ആളുകളോട് പടവെട്ടി ശിർക്കല്ല എന്ന് ഞങ്ങൾ സ്ഥാപിച്ചു പടച്ചവനെ, ഇതാണോ നിങ്ങൾ പറയാൻ പോകുന്ന മറുപടി? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തറയുന്ന ഒരുത്തൻ ജിന്നിനെ വിളിച്ചാൽ ഒരു ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിചാരിച്ചുകൊണ്ട് ജിന്നെ എനിക്ക് വെളിച്ചം തരാമോ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാണെന്ന് പറഞ്ഞവരോട് നിങ്ങൾ ജിഹാദ് നടത്തി അത് ശിർക്കല്ല എന്ന് സ്ഥാപിച്ചു. അല്ലാഹ് സൂറത്തുൽ അൻആമിലെ ആയത്തോതിയിട്ട് ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ വസീലത്തു ശിർക്കുണ്ട്, ശിർക്കല്ലാത്തതുണ്ട് എന്ന് ഞങ്ങൾ സ്ഥാപിച്ചു. അല്ലാഹ്, ഇതാണോ നിങ്ങൾ മറുപടി പറയാൻ പോകുന്നത്? അതിനുവേണ്ടിയാണോ കൂട്ടരെ ഒരു ഗ്രൂപ്പ്? അതിനുവേണ്ടിയാണോ സുഹൃത്തുക്കളെ ഒരു ഗ്രൂപ്പിസം? അതുകൊണ്ട് പെയ്തിറങ്ങുന്ന ഈ മഴയുടെ റബ്ബിനെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ഈ രാത്രിയെ വിധാനിച്ച റബ്ബിനെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ഈ സസ്യഭൂമിയിൽ മുളച്ചു പൊന്തിയ സസ്യലതാദികളെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, മിടിക്കുന്ന എന്റെ ഹൃദയത്തെ സാക്ഷി ഈ രാജകൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകളുടെയും റബ്ബും അതുപോലെ സംസാരിക്കാൻ വന്ന എന്റെ കൂടെയുള്ള ഹാറൂന്റെയും റബ്ബ് അത് വേറെ ആരുമല്ല. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അവക്കാവശ്യമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തവനാരോ അവനാണ്. ഒരു ഉറുമ്പിനെ അവൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉറുമ്പിന്റെ ജീവിതമാർഗം അവന് കാണിച്ചു കൊടുത്തു റബ്ബ് സുബ്ഹാനഹു വ തആല. ഒരു തേനീച്ച റബ്ബ് പടച്ചിട്ടുണ്ട് എങ്കിൽ ആ തേനീച്ചയുടെ ജീവിതമാർഗം ആ തേനീച്ചക്ക് കാണിച്ചു കൊടുത്തു റബ്ബ് സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ അതെ മരച്ചില്ലകളിൽ കൂടുകൂട്ടുന്ന ഒരു കുരുവി, ആ കുരുവിയെ പടച്ച റബ്ബ് പടച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ജീവിതമാർഗം കാണിച്ചു കൊടുത്തവനാരോ അവനാണ് റബ്ബ്. ലളിച്ചുക്ക് എത്ര വിശാലമായ മറുപടിയാണ് മൂസാ നബിയുടെ. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സർവ്വജീവജാലങ്ങളെയും ചൂണ്ടിയിട്ട് ഇതിനെ മുഴുവനും സൃഷ്ടിക്കുക മാത്രമല്ല അതിന്റെ ജീവിതമാർഗം ആരാണോ കാണിച്ചു കൊടുത്തത്, അതിനെ നിർണയിച്ചു കൊടുത്തത് അവനാണ് നമ്മുടെ റബ്ബ് എന്ന മറുപടി അങ്ങ് വരുമ്പോൾ ഫറോവയുടെ മറുചോദ്യം വരികയാണ്. എന്തായിരുന്നു ആ മറുചോദ്യം? ഹക്കിനെ മനസ്സിലാക്കുകയായിരുന്നോ? സത്യത്തെ ഉൾക്കൊള്ളുകയായിരുന്നോ? അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ളതായിരുന്നോ? നേരെ മറിച്ച് ഈ രൂപത്തിലൊന്നും ചിന്തിക്കാതെ ഫറോവ അവിടെ ചിന്തിച്ചത് എന്താണ്? ഈ വിശദീകരണത്തെ എങ്ങനെ മറികടക്കാം? മത്സര്യം ഒരിക്കലും നരകത്തിലേക്ക് മത്സര്യാക്. ആ മത്സര്യം എന്ന് മഹാനായ മൂസാ അലൈഹിസ്സലാം റബ്ബിനെ പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോ ഫറോവ ഉടൻ തന്നെ ചോദിച്ച ചോദ്യം, എങ്കിൽ ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, നീ പറയുന്നത് പോലാണെങ്കിൽ നമ്മുടെ വല്യാപ്പാന്റെ അവസ്ഥ എന്താണ്? ഫറോവയുടെ ചോദ്യം, വല്യാപ്പയുടെ അവസ്ഥ എന്താണ്? കാരണവന്മാരുടെ അവസ്ഥ എന്താണ്? നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയൊരു അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുക. തൗഹീദ് ഉൾക്കൊള്ളുക, പറഞ്ഞതിൽ നിന്ന് ഉൾക്കൊള്ളുക എന്നല്ല,
ഫറോവ ചോദിക്കാൻ, നീ പറയുന്നത് പോലാണ് കാര്യമെങ്കിൽ ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, നമ്മുടെ വല്യാപ്പയുടെയും കാരണവന്മാരുടെയും ഒക്കെ അവസ്ഥ എന്താണ് എന്നാണ് ചോദിച്ചത്. ആര് ചോദിച്ചത്? ഫറോവ ചോദിച്ചത്. ലോകത്തെ ഏതൊരു ആളെ തൗഹീദ് പറയാൻ വന്നാലും ഇത് ചോദിക്കും. ഈ ചോദ്യം ഉണ്ടാവും. മഹാനായ ഇബ്രാഹിം നബി വന്നപ്പോഴും ചോദിച്ചു, നീ പറയുന്ന കാര്യമെങ്കിൽ നമ്മുടെ വല്യാപ്പയുടെ അവസ്ഥ എന്താണ്? ഇബ്രാഹിം നബിയുടെ മറുപടി കട്ടിയാണ്. ഇബ്രാഹിം നബി പറഞ്ഞു, എന്ത്, നിങ്ങളെപ്പോലെയാണ് നിങ്ങളുടെ വല്യാപ്പയെങ്കിൽ അന്തും മുബീൻ, നീയും പഴച്ചനാണ്, നിന്റെ വല്യാപ്പയും പഴച്ചവരാണ്. ഇതാണ് ഇബ്രാഹിം നബിയുടെ മറുപടി. പക്ഷേ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ നിന്നിട്ട് തൗഹീദ് പറയുമ്പോഴാണ് ചോദിക്കുന്നത്, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, നമ്മുടെ വല്യാപ്പയുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുമ്പോ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി അതോർത്ത് വിഷമം. കുറിച്ച് നീ വിഷമിക്കണ്ട, നേരെ മറിച്ച് അവരുടെ വിവരം മുഴുവനും അവരസാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, അത് മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ അവനവയും സംഭവിക്കൂല എന്ന മറുപടിയാണ് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവക്ക് നൽകിയത്. ഞാൻ ചരിത്രം നീട്ടി പറയില്ല, അതിന് സമയമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത് പറഞ്ഞത് മുതൽ മൂസാ നബി ഫറോവയുടെ എതിരാളിയായി. മൂസാ നബി ഫറോവയുടെ എതിരാളിയായി. ഏത് മൂസ? ആ ഫറോവയുടെ രാജകൊട്ടാരത്തിൽ വളർന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ എതിരാളിയായി മാറുകയാണ്, ഫറോവയുടെ ശത്രുവായി മാറുകയാണ്. മാത്രമല്ല അതിനു വേണ്ടിയിട്ട് യോഗം കൂടുകയാണ്. യോഗം കൂടിയെന്ന് മാത്രമല്ല, ഒരിക്കൽ ആളുകളെ മുഴുവനും ഒരു വലിയ മൈതാനത്തേക്ക് വിളിച്ചുകൊണ്ട് ഫറോവ പറഞ്ഞ രംഗം വിശുദ്ധ ഖുർആൻ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഈ മൂസ ഇപ്പോൾ